ഗുഡ് ഈവനിങ് ഓൾ. വെൽമൈൻഡിന്റെ ആഭിമുഖ്യത്തിലുള്ള ഇമോഷണൽ റീ എലമെന്റ് എന്നുള്ള ആ ഒരു ഓൺലൈൻ സെഷന്റെ മൂന്നാമത്തെ ദിവസമാണിന്ന്. എത്തിച്ചേർന്ന എല്ലാവരെയും ഹൃദയത്തിൽ നിന്നുള്ള ആ ഒരു സ്വാഗതം ആശംസിക്കുന്നു. 2 സെഷൻ നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു. ഇതൊരു പുതിയ ബാച്ച്. അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മളുടെ ഇമോഷണൽ റീ എലമെന്റിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞതാണ്. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഒരുപാട് കാര്യങ്ങളെ നമുക്ക് റീ അലൈൻ ചെയ്യാം. ഈ ആറി എന്നൊരു വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. റീ അലൈൻ, റീകാൽക്കുലേറ്റ്, അങ്ങനെ ഒരുപാട് വാക്കുകളുണ്ട്. റിവൈവ്, റെക്കഗ്നൈസ്, റീഓറിയന്റ്, റീപൊസിഷൻ, റീജുവനേറ്റ്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ റീഅലൈൻമെന്റ് നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം പ്രത്യേകത ഉണ്ടെന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പൊ എന്തായാലും റീ അലൈൻമെന്റ് നമുക്ക് ചെയ്യാം. എന്തൊക്കെയാണ് എന്നുള്ളത് ജസ്റ്റ് തുടങ്ങിയതേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ സെഷൻ കൈകാര്യം ചെയ്യുന്നത് ഷബാസ് മാമാണ്. എല്ലാവർക്കും അറിയാം, ഷബാസ് മാം വെൽമൈൻഡ് എന്നുള്ള ആ ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ട് കൂട്ടായ്മയുടെ CEO ആണ്. ബൈ പ്രൊഫഷൻ ടീച്ചർ, കൗൺസിലർ, PhD സ്കോളർ. ഈയിടെ നമ്മളൊരു ബുക്കിന്റെ ഓതർ കൂടിയാണ്. അപ്പൊ ബൈ പാഷൻ ഇസ് എ ട്രെയിനറാണ്. പിന്നെ നിരവധി ക്ലാസ്സുകൾ ഓൺലൈനും ഓഫ്ലൈനും എടുത്തിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ സെഷൻ എടുക്കുന്നതിനും ഒപ്പം ഈ ഒരു സെഷനെ നല്ല രീതിയിൽ നല്ലൊരു ഇന്ററാക്റ്റീവ് ആക്കി മാറ്റുവാനുമായിട്ടുള്ള ഒരുപാട് നല്ല കരുത്തുള്ള പാർട്ടിസിപ്പൻസും എത്തിച്ചേർന്നിട്ടുണ്ട്. ഒരിക്കൽ കൂടി ഷബാസ് മാമിനെ നിങ്ങൾ ഏവരുടെയും പേരിൽ വെൽക്കം ചെയ്യുന്നു. വെൽക്കം ഷബാസ് മാം. ഒപ്പം എത്തിച്ചേർന്ന എല്ലാവരെയും ഇന്നത്തെ സെഷൻ വളരെ ഇന്ററാക്റ്റീവായും കിട്ടുന്ന ആ പോയിന്റുകളൊക്കെ നോട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഈ സെഷൻ ഒരു ഇന്ററാക്റ്റീവ്, ഇൻഫർമേറ്റീവ് രീതിയിലേക്ക് മാറ്റാം. വെൽക്കം ഷബാസ് മാം. ഫ്ലോർ ഈസ് ഫോർ യുവേഴ്സ്. താങ്ക് യു അനിൽകുമാർ സർ. വളരെ സ്നേഹത്തോടെ, വളരെ നല്ല വാക്കുകളോടെ എന്നെ ഈ വേദിയിലേക്ക് ക്ഷണിച്ച അനിൽകുമാർ സാറിന് ആദ്യം തന്നെ നന്ദി പറയുന്നു. നമ്മുടെ വെൽമൈൻഡിന്റെ മരക്കാരൻ തന്നെയാണ് അനിൽകുമാർ സാറ്. അപ്പോ എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു. അതുപോലെ ഇന്ന് ഇവിടെ നമുക്ക് എല്ലാവർക്കും ഒത്തുകൂടാനും ഇങ്ങനെ ഒരു ക്ലാസ്സിൽ ഇപ്പൊ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത പലർക്കും പല അസൗകര്യങ്ങൾ കാരണം ചിലപ്പോൾ ഇന്ന് ക്ലാസ്സിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് എത്താനും ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാനും സാധിച്ചു. അപ്പൊ അതിന് നമുക്ക് ആദ്യം സർവേശ്വരനോട് നന്ദി പറയാം. അതുപോലെ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ എല്ലാം നല്ല രീതിയിൽ നമ്മുടെ ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സർവേശ്വരനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. ഇന്നത്തെ ക്ലാസ് നമ്മുടെ സെൽഫ് ഒബ്സർവേഷനെ കുറിച്ചാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ ഒബ്സർവ് ചെയ്യാം, എന്താണ് സെൽഫ് ഒബ്സർവേഷൻ? നമ്മുടെ മൂന്നാമത്തെ ക്ലാസ് ആണ് ഈ ആറയുടെ. അപ്പോൾ നമ്മൾ ഓരോ ഘട്ടങ്ങളായിട്ട് നമ്മൾ ഇമോഷണൽ റിയലൈൻമെന്റിലേക്ക് നമ്മൾ ചെറിയ ചെറിയ സ്റ്റെപ്പുകളായിട്ട്, ചുവടുകളായിട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ മൂന്നാമത്തെ സെഷനിലേക്ക് ഏവരെയും ഏറെ സ്നേഹത്തോടെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മള് ഓരോരുത്തരുടെയും മനസ്സിലൂടെ എത്രയധികം തോട്ടുകളാണ് ഒരു ദിവസം കടന്നു പോകുന്നത്. നമ്മൾ ആ തോട്ടുകളെ ആരെങ്കിലും ഒബ്സർവ് ചെയ്യാറുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് എത്ര തോട്ടുകളാണ് വരുന്നത് എന്ന് ചെക്ക് ചെയ്യാറുണ്ടോ? ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കി, ഇന്നൊരു ദിവസം എന്റെ മനസ്സിലൂടെ എത്ര ചിന്തകൾ കടന്നു പോയിട്ടുണ്ട്? 1, 2, 3 ചിന്തകളാണോ? നമ്മള് രാവിലെ എഴുന്നേൽക്കുന്ന നിമിഷം അമ്മമാരാണെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്തുണ്ടാക്കും, കുട്ടികളെ എപ്പോ വിടും, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു, എപ്പോ ഓഫീസിൽ പോകും, അങ്ങനെ തുടങ്ങി ചിന്തകൾ ആ എഴുന്നേൽക്കുന്ന സെക്കൻഡിൽ തന്നെ നമ്മുടെ മനസ്സിലേക്ക് 100,000 ചിന്തകളാണ് വരുന്നത്, ആ ഒരു നിമിഷം തന്നെ. അതിനുശേഷം പിന്നെ ഓരോ സമയത്തും ഓരോ കാര്യങ്ങളും ഓരോന്ന് കാണുമ്പോഴും നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഒരുപാട് ചിന്തകളാണ്, അല്ലെ? ഒരാളുടെ മനസ്സിൽ ഒരു ദിവസം ഒരു 60,000
തൊട്ട് ഒരു 80,000 വരെ ചിന്തകൾ ഓരോ ദിവസം വരുന്നുണ്ട് എന്നാണ്. ഈ ചിന്തകളെയൊക്കെ നിങ്ങൾ ആരെങ്കിലും ഒബ്സർവ് ചെയ്യാറുണ്ടോ? നിങ്ങൾ അൺമ്യൂട്ട് ചെയ്തിട്ടൊന്ന് ആൻസർ പറയണേ. ഈ ചിന്തകള് നമ്മൾ അവെയർ ആവാറുണ്ടോ? അവരെ ഒബ്സർവ് ചെയ്യാറുണ്ടോ ആരെങ്കിലും ഒക്കെ? നമ്മൾ പലപ്പോഴും നമ്മുടെ ചിന്തകളെ അവെയർ ആകാറുണ്ട് അല്ലെ? ചിലപ്പോ പറയാറില്ലേ, ഞാൻ ഇന്ന് നല്ല മൂഡിലല്ല, ഞാൻ ഇന്ന് ഇത്തിരി ഡൗൺ ആണ്, ഞാൻ ഇന്ന് മൂഡ് ഔട്ട് ആണ്, അല്ലെങ്കിൽ ഞാൻ ഇന്ന് ഹാപ്പിയാണ്, ഞാൻ വളരെ സന്തോഷവതിയാണ് എന്നൊക്കെ നമ്മുടെ ചിന്തകളെ ചില സമയങ്ങൾ അവെയർ ആവാറുണ്ട്. പക്ഷെ നമ്മൾ അതിനെ ചിന്തകളെ ഒബ്സർവ് ചെയ്യുക വളരെ വിരളമായിട്ടായിരിക്കും. എന്തുകൊണ്ട് ഈ ഒരു കാര്യം വന്നു, അതെങ്ങനെയാണ് ഇത് ഇത്ര നേരം നമ്മുടെ ആ ഒരു ചിന്തകളിൽ നിൽക്കുന്നുണ്ട്. ഇപ്പൊ ഒരു ഹാപ്പിനെസ് മൂഡ് വന്നു, ഇത്ര നേരം അത് സ്റ്റേബിൾ ആയിട്ട് നമ്മുടെ കൂടെ ഉണ്ട്. അല്ലെങ്കിൽ ഒരു സങ്കടം വന്നു, എനിക്ക് എത്ര സമയം കൊണ്ട് ഈ സങ്കടത്തെ റിക്കവർ ചെയ്ത് മുന്നോട്ട് വരാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ ഒരിക്കലും നമ്മുടെ ചിന്തകളെ എന്ത് ചെയ്യാറില്ല, നമ്മള് ഒബ്സർവ് ചെയ്യാറില്ല. അപ്പൊ എന്താണ് സെൽഫ് ഒബ്സർവേഷൻ എന്നും അതിന്റെ ബെനിഫിറ്റ് കാര്യങ്ങൾ, ഇത് എങ്ങനെ നമ്മുടെ ഇമോഷനുമായിട്ട് കണക്റ്റഡ് ആണ് എന്നുള്ളതുമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. സാറേ ഒന്ന് അലൗ ചെയ്യണേ ഷെയറിംഗ് ഓപ്ഷൻ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് സെൽഫ് ഒബ്സർവേഷൻ ആൻഡ് സർക്കിൾ ഓഫ് കൺട്രോൾ. നമുക്ക് മറ്റുള്ളവരെ ഒബ്സർവ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലെ? നമ്മള് നാടൻ ഭാഷയിൽ പറഞ്ഞ വായിൽ നോക്കാന്നൊക്കെ പറയും. നമ്മള് മറ്റുള്ളവർ ചെയ്യുന്ന അതൊരു രസമായിട്ട് അല്ല, മറ്റുള്ളവരുടെ മൂവ്മെന്റ്, അവരെങ്ങോട്ട് പോകുന്നു, അവരുടെ സ്റ്റൈല്. ഒരു ദിവസം ഒരു നല്ല ഭംഗിയായിട്ട് ഒരാൾ ഒരുങ്ങി വന്നാൽ നമ്മൾ അടിമുടി അവരെ ഒബ്സർവ് ചെയ്യും. പക്ഷെ പലപ്പോഴും നമ്മൾ പുറമെ ഉള്ള കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുമ്പോഴും നമ്മളെ ഒബ്സർവ് ചെയ്യുന്നത് കുറവാണ് അല്ലെ? നമ്മള് രാവിലെ ആ ഒരു ഒരുങ്ങുന്ന സമയത്ത് കാര്യങ്ങൾ നമ്മുടെ ഭംഗിക്ക് വേണ്ടി ആ ഒരു അതിന് വേണ്ടിയിട്ട് അല്ലാതെ നമ്മൾ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. നമ്മുടെ മൂവ്മെന്റ് എങ്ങനെയാണ്, നമ്മുടെ ക്യാരക്ടർ അങ്ങനെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് നമ്മളെ അല്ല, പകരം നമ്മൾ എങ്ങനെയാണ് നമ്മുടെ മുമ്പിൽ കാണുന്ന വ്യക്തികളെ അല്ലെങ്കിൽ സംഭവങ്ങളെ ആയിരിക്കും നമ്മൾ കൂടുതൽ ഒബ്സർവ് ചെയ്യുന്നത്. നമ്മളിപ്പോ ഒരു റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോയി നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സമയം പോണത് വളരെ ഈസി. നമ്മൾ ഒരു 1 അവർ ഇരുന്നാൽ നമുക്ക് ആ സമയത്ത് ഒബ്സർവ് ചെയ്യാൻ ഒരുപാട് ആളുകളും കാര്യങ്ങളും ഉള്ളപ്പോൾ നമുക്ക് ആ ടൈം പോകുന്ന അറിയില്ല. പകരം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, വീട്ടിന്റെ ഉള്ളിൽ ഒരു 1 അവർ വെറുതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര മുഷിച്ചിലായിരിക്കും. നമ്മള് ഇപ്പൊ ട്രെയിനൊക്കെ വരാൻ ലേറ്റ് ആയി, 1 അവർ ആയി, അല്ലെങ്കിൽ ബസ് വരാൻ ലേറ്റ് ആയാലും നമുക്ക് ആ ഒരു സമയം 1 അവർ എടുക്കുന്നുണ്ടെങ്കിൽ കൂടി ആ 1 അവർ നമുക്ക് വളരെ പെട്ടെന്ന് പോകുന്നതായിട്ട് ഫീൽ ചെയ്യും. കാരണം എന്താണ്, നമ്മളിപ്പോ വെറുതെ നിൽക്കല്ല, നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഫ്രണ്ടിൽ കാണുന്ന വ്യക്തികളെ, അവരുടെ ഡ്രസ്സിങ് സ്റ്റൈല്, അവരുടെ സംഭാഷണ രീതി, അവരുടെ കൾച്ചർ കാര്യങ്ങളൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്യാണ്. അതായത് മറ്റുള്ളവരെ അല്ലെങ്കിൽ മറ്റ് ഇൻസിഡൻസിനെ, അല്ലെങ്കിൽ ആ ഒരു നമ്മൾ അവിടെ ഒരു സ്ഥലത്ത് പോയി നിൽക്കുമ്പോൾ അവിടെ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ അത് ഒബ്സർവ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ സമയം പോകുന്നത് അറിയുന്നില്ല, നമ്മുടെ മൈൻഡ് ഒരു ഡ്യൂട്ടിയിലാണ്, ഓൾറെഡി ഒരു ഡ്യൂട്ടിയിലാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ ഒബ്സർവ് ചെയ്യാൻ മറന്നുപോകും. അപ്പൊ നമ്മളെ ഒബ്സർവ് ചെയ്യുന്നത് കൊണ്ട് എന്തായിരിക്കും പ്രയോജനം? എന്താണ് സെൽഫ് ഒബ്സർവേഷൻ? നമ്മളെ ഒബ്സർവ് ചെയ്യുക എന്താണ് സെൽഫ് ഒബ്സർവേഷൻ? ഞാൻ പറഞ്ഞില്ലേ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ നമ്മുടെ മൈൻഡിലൂടെ പല പല തോട്ട്സുകൾ, പോസിറ്റീവും നെഗറ്റീവ്സുമായിട്ടുള്ള ഒരുപാട് തോട്ട്സുകൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. അല്ലെങ്കിൽ ഇമോഷൻസ് അല്ലെ? ചില സമയത്ത് നമുക്ക് ഭയങ്കര ഹാപ്പി ഫീലിംഗ് ആയിരിക്കും, ഇമോഷൻസ് ആയിരിക്കും. ചില സമയത്ത് ഭയങ്കര ഡൗൺ ആയിട്ടുള്ള ഇമോഷൻസ് ആയിരിക്കും. എന്തെങ്കിലും സ്ട്രഗിൾസ് വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ ദേഷ്യം അല്ലെങ്കിൽ പേടി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതായത് നമ്മുടെ ഇമോഷൻസ് മാറി മറയുന്നുണ്ട്. അത് സിറ്റുവേഷൻ അനുസരിച്ച് മാറി മറയുന്നു. അത് ഓരോ സിറ്റുവേഷൻസ് വരെ നമ്മുടെ ഇമോഷൻസ് മാറുന്നു, നമ്മൾ അതിനെ ഒബ്സർവ് ചെയ്യുന്നുമില്ല. ഡേ ടു ഡേ ലൈഫിൽ അത് ഇമോഷൻസ് വരുന്നു പോകുന്നു. ചിലപ്പോ രാവിലെ എഴുന്നേൽക്കുമ്പോൾ വളരെ ഹാപ്പി ആയിട്ടായിരിക്കും എഴുന്നേൽക്കുന്നത്. രാവിലെ ചായ കൊണ്ടുവച്ചു, നമ്മുടെ കൈ തട്ടിയ ഗ്ലാസ് മറിഞ്ഞ് ആ ചില്ല് എല്ലായിടത്തും ഉടഞ്ഞു. അപ്പൊ അത്രയും നേരം ഹാപ്പി ഒരു മൂഡോട് കൂടി എഴുന്നേറ്റ് നമ്മുടെ മൂഡ് പിന്നെ ആ ചില്ലൊക്കെ പറക്കി കളയണം. ഗ്ലാസ് പൊട്ടിക്കഴിയുമ്പോൾ ഒരു ചെറിയൊരു ഇത്.
നമ്മുടെ ആ ഒരു എന്താണ്, ഓഹ് രാവിലെ തന്നെ ഈ ഗ്ലാസ് പൊട്ടിയല്ലോ, നമ്മുടെ മൂഡിന് അവിടെ ഒരു ചേഞ്ച് വന്നു. പക്ഷെ ഈ മൂഡൊന്നും നമ്മൾ ഒബ്സർവ് ചെയ്യുന്നില്ല, നമ്മുടെ ഇമോഷൻസ് എല്ലാം മാറുന്നുണ്ട്. അത് കഴിഞ്ഞ് ചിലപ്പോ എല്ലാം സെറ്റാക്കി നമ്മൾ ജോലിക്ക് പോകാൻ പുറത്തേക്ക് ഇറങ്ങുന്നു. വളരെ നാളുകൾക്ക് ശേഷം നമ്മുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ടിനെ വഴിയിൽ വെച്ച് കാണുന്നു. ആ ഫ്രണ്ടിനെ കാണുമ്പോൾ ചിലപ്പോൾ വളരെ ഹാപ്പി ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തിനെ ഫ്രണ്ടിൽ കാണും. അപ്പൊ നമുക്ക് അത് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും. അപ്പൊ നമ്മുടെ ഇമോഷൻസ് ഡ്യൂറിങ് ദ ഡേ നമ്മുടെ ഇമോഷൻസ് ചേഞ്ച് ആവുന്നുണ്ട്. പക്ഷെ നമ്മൾ അതിനെന്ത് ചെയ്യുന്നില്ല, അത് നമ്മുടെ ലൈഫ് സൈക്കിൾ പോലെ അങ്ങ് കടന്നു പോകുന്നു. അതുപോലെ ഈ ഓരോ സമയങ്ങളും നമ്മുടെ മനസ്സിലൂടെ 100,000 ചിന്തകളും കടന്നു പോകുന്നുണ്ട്. നമ്മൾ ഒരിക്കലും ഈ നമ്മുടെ ചിന്തകളെയോ ഇമോഷൻസെയോ അതുപോലെ നമ്മുടെ ബിഹേവിയർ, നമ്മുടെ പലരും അവൻ ഭയങ്കര ദേഷ്യക്കാരനാണ് അല്ലെങ്കിൽ പിടിവാശിക്കാരിയാണ് എന്ന് പറഞ്ഞ് അവരുടെ ക്യാരക്ടറിന് ഒരു പേര് കൊടുത്തിട്ടുണ്ടാവും. അത് അവരുടെ സ്വഭാവമാണ്. ആ പുള്ളിക്കാരി ഭയങ്കര ചൂടനാണ്. നമ്മൾ ചിലപ്പോ പല ഓഫീസിലും ചെല്ലുമ്പോ ആദ്യം ഫ്രണ്ടിൽ നിന്ന് കയറുമ്പോ തന്നെ പറയും, ആ ഓഫീസിൽ ഇത്തിരി ചൂടാട്ടോ. കാരണം എന്താ, അവരുടെ ഒരു ബിഹേവിയർ ആയിട്ട് അത് മാറി. പക്ഷെ ആ ഓഫീസർ ചിലപ്പോ ആ ഒരു ക്യാരക്ടർ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടാവില്ല. അപ്പൊ നമുക്ക് നമ്മുടെ തോട്ട്സിനെ അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻസിനെ, നമ്മുടെ സെൻസേഷൻ, അതുപോലെ നമ്മുടെ ബിഹേവിയർ, എന്റെ ബിഹേവിയർ ഇങ്ങനെയാണ് എന്നുള്ളത് നമ്മളൊന്ന് അനലൈസ് ചെയ്തിരിക്കണം. അത് ഒരിക്കലും ജഡ്ജ്മെന്റ് ആവരുത്. അതൊരു ക്രിറ്റിസിസമോ ഷെയിമോ ആയിട്ട് മാറരുത്. അതായത് ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് ഒരുപാട് ജോലിഭാരം വരുമ്പോൾ ഞാൻ ചിലപ്പോൾ ദേഷ്യപ്പെട്ടിട്ടുണ്ടാകാം. ആ ദേഷ്യപ്പെട്ടു എന്നുള്ള കാര്യം, ആ ഒരു ഇമോഷൻ എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ മക്കളോട് വളരെ ദേഷ്യപ്പെട്ടു. അത് ഞാൻ ഒബ്സർവ് ചെയ്തു. ഒബ്സർവ് ചെയ്യുമ്പോൾ ജഡ്ജ്മെന്റ് എന്താ, ഞാൻ മോശം അമ്മയാണ്. ഇതാണ് എന്റെ ജഡ്ജ്മെന്റ്. ഓ, കാരണം ആ രാവിലത്തെ സ്ട്രെസ്സും കാര്യങ്ങളും, കുട്ടികളെ വിടണം, വീട്ടിലെ ഫുഡ് കാര്യങ്ങള്, എനിക്കും പോകണം, ഒക്കെ എല്ലാം കൂടെ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും കുട്ടികള് അതിന്റെ ഇടയിൽ കുസൃതിത്തരം കാണിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ദേഷ്യം വന്നെന്നിരിക്കും. അപ്പൊ ആ ദേഷ്യം വന്ന് നമ്മൾ ചിലപ്പോൾ ആ ദേഷ്യം പ്രകടിപ്പിച്ചു, നമ്മുടെ ഇമോഷൻസ് നമ്മൾ എന്ത് ചെയ്തു, അത് കാണിച്ചു. അപ്പോ നമ്മൾ അത്, ഞാൻ എന്നെ വാച്ച് ചെയ്തിട്ട് ഞാൻ എന്താണ് കുട്ടികളോട് പെട്ടെന്ന് ദേഷ്യപ്പെട്ടു. അത് ആ ഒരു എന്റെ ഇമോഷൻ ഞാൻ ഒബ്സർവ് ചെയ്തിട്ട് നമ്മളത് ജഡ്ജ്മെന്റിലേക്ക് എത്തും. ഞാൻ ഒരു മോശം അമ്മയാണ്, അല്ലെങ്കിൽ ഞാനത് ചെയ്യരുതായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ കുട്ടികളെ അവർ ചെയ്ത ഒരു കുസൃതിക്ക് ഞാൻ എന്നെ തന്നെ ക്രിട്ടിസൈസ് ചെയ്യാണ്. ഞാൻ ഒബ്സർവ് ചെയ്ത ശേഷം എന്നെ ക്രിട്ടിസൈസ് ചെയ്യാണ്, അത് വേണ്ടിയിരുന്നില്ല. അപ്പൊ നിനക്ക് രാവിലെ പോകാനുള്ള തിരക്കിന്റെ ഇടയിലെ കുട്ടികളാണ്, കുഞ്ഞുങ്ങളാണ്, അവർ കുസൃതി കാണിക്കില്ലേ, അപ്പൊ അവരെ ചീത്ത പറയാൻ പാടില്ല. അത് അപ്പൊ ഞാൻ ചെയ്തു കഴിഞ്ഞ ശേഷം ഞാൻ എന്നെ ക്രിട്ടിസൈസ്, അതായത് ഞാൻ എന്നെ ഒബ്സർവ് ചെയ്തു, ഞാൻ എന്താണ് ആ സമയത്ത് ദേഷ്യപ്പെട്ടു, അല്ലെങ്കിൽ എന്റെ ഇമോഷനെ ഞാൻ ഒബ്സർവ് ചെയ്തിട്ട് അതിൽ ജഡ്ജ്മെന്റിലേക്ക് പോവുക അല്ലെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്യുക, അതൊരു മോശം, എന്റെ ഒരു തെറ്റായ സ്വഭാവമാണ്. അത് അങ്ങനെ പോകാനല്ല, നമ്മൾ സെൽഫ് ഒബ്സർവേഷൻ, നമ്മൾ എന്താണോ, എനിക്ക് ആ ഒരു സമയത്ത് ആ ഒരു പ്രശ്നം വന്നപ്പോൾ എനിക്ക് ദേഷ്യം വന്നു എന്നുള്ള ആ ഒരു ഒബ്സർവേഷൻ ആണ് സെൽഫ് ഒബ്സർവേഷൻ. അല്ലാതെ നമ്മൾ അതിനെ ജഡ്ജ്മെന്റിലേക്കോ ക്രിറ്റിസിസത്തിലേക്കോ പോകുകയല്ല വേണ്ടത്. ജസ്റ്റ് അതിനെ ഒബ്സർവ് ചെയ്യുക. ആ ഒരു ഇൻസിഡന്റ് എനിക്ക് ചെറുതായിട്ട് അല്ലെങ്കിൽ എന്നെ ദേഷ്യം പിടിപ്പിച്ചു എന്ന് നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണ് വേണ്ടത്. ഇതാണ് സെൽഫ് ഒബ്സർവേഷൻ. നമ്മളെ തന്നെ, നമ്മുടെ കാര്യങ്ങള് ഒബ്സർവ് ചെയ്യുന്നതാണ് സെൽഫ് ഒബ്സർവേഷൻ. ഒബ്സർവേഷൻ വേഴ്സസ് ജഡ്ജ്മെന്റ്. ഒബ്സർവ്, നോട്ട് ഇവാലുവേറ്റ്. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ജസ്റ്റ് ഒബ്സർവ് ചെയ്യുക നമ്മുടെ ഇമോഷൻസിനെ, നമ്മുടെ തോട്ട്സിനെ. നമ്മുടെ തോട്ട്സ് നമ്മൾ ഒരിക്കലും നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളായിരിക്കണമെന്നില്ല. രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതല് ഓരോ സമയങ്ങളും ഇഷ്ടം പോലെ തോട്ട്സ് നമ്മുടെ, അപ്പൊ നമ്മൾ എന്തായിരിക്കുക, അതിനെ ജസ്റ്റ് ഒബ്സർവ് ചെയ്യുമ്പോൾ, അവെയർ ആയി കഴിയുമ്പോൾ പോസിറ്റീവ് തോട്ട്സ് ആണോ നെഗറ്റീവ് തോട്ട്സ് ആണോ എന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മള് എന്തിനാണ് ഈ ഒബ്സർവേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ബ്രെയിനിലൂടെ ഈ സെയിം നെഗറ്റീവ് തോട്ട്, അതായത് നമ്മൾ ചിന്തിക്കുന്ന കാര്യം വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചിന്തിക്കുന്നുണ്ട്. സെയിം നെഗറ്റീവ് തോട്ട് റിപ്പീറ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എത്തും. ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞേക്കുന്ന ഒരു ബുക്കാണ് ദ മിറാക്കിൾ ഓഫ് യുവർ മൈൻഡ് എന്ന് പറഞ്ഞ ജോസഫ് മർഫിയുടെ. നമ്മൾ എങ്ങനെയാണ് ഈ റിപ്പീറ്റഡ് തോട്ട് കൊണ്ട് അസുഖങ്ങളിൽ എത്തിപ്പെടുന്നത്, അല്ലെങ്കിൽ
റിപ്പീറ്റഡ് തോട്ട് നമ്മളെ പല ഫിയർ, അതായത് നമ്മൾക്ക് സക്സസിൽ നിന്ന് നമ്മളെ എങ്ങനെയാണ് പുറകോട്ട് വലിക്കുന്നത് എന്ന് ക്ലിയർ ആയിട്ട് പറയുന്ന ഒരു പുസ്തകമാണ് ദ മിറാക്കിൾ ഓഫ് യുവർ മൈൻഡ്, ജോസഫ് മർഫിയുടെ. അപ്പോ നമ്മുടെ എന്താണ് ഒബ്സർവേഷൻ എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡില് നമ്മൾ അവെയർ ആകുക, നമ്മുടെ മനസ്സിലൂടെ നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് കൂടുതൽ പ്രാവശ്യം പോകുന്നുണ്ട് എന്നുള്ളത് നമ്മൾ അവെയർ ആവുക. നമ്മൾ ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് അത് അവെയർനെസ് ആയി കഴിയുമ്പോൾ നമുക്കതിനെ റീപ്ലേസ് ചെയ്യാൻ സാധിക്കും. ഏറ്റവും പവർഫുൾ ടൂൾ ആണ് നമ്മുടെ മൈൻഡ്. അപ്പൊ ആ മൈൻഡിലേക്ക് നമ്മൾ എന്താണോ കൊടുക്കുന്നത് ആ ഇൻഫർമേഷനെ നമ്മൾ നല്ല രീതിയിൽ അവെയർ ആയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ എന്നും നെഗറ്റീവ്സ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ഈവൻ നമുക്കുണ്ടാകുന്ന പല അസുഖങ്ങൾക്കും പ്രധാന കാരണം നമ്മൾ മൈൻഡിൽ കൊടുക്കുന്ന ഇൻഫർമേഷൻസ് തന്നെയാണ്. അപ്പൊ നമ്മൾ നെഗറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് വരുന്നത് എന്ന് ഒബ്സർവ് ചെയ്ത് നമ്മൾ അവെയർ ആയിട്ട് നമ്മൾ അവിടെ നിന്ന് ചേഞ്ച് ആകുക എന്നതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം. അല്ലാതെ നമ്മളെ ആസ് എ ഹ്യൂമൻ ബീയിങ് നമ്മൾക്ക് തോട്ട്സ് വരും, അതിന് ജഡ്ജ്മെന്റിലേക്ക് അങ്ങനെ തോട്ട് വന്നത് കൊണ്ട് ഞാൻ ഒരു മോശം വ്യക്തിയായി, അല്ലെങ്കിൽ എനിക്ക് അത് ശരിയല്ല, ഞാൻ ആപ്റ്റ് അല്ല, ഞാൻ മോശമാണ്, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ അതിനെ ക്രിട്ടിസൈസ് ചെയ്യോ ജഡ്ജ് ചെയ്യോ ഇവാലുവേറ്റ് ചെയ്യോ അല്ല ചെയ്യേണ്ടത്. ജസ്റ്റ് അവെയർ ആവുക, ഒബ്സർവ് ചെയ്യുക, നമ്മൾ അത് നിന്ന് ജസ്റ്റ് മാറുക. അതായത് നമ്മൾ അതിനെ നോട്ടീസ് ചെയ്യാണ് ചെയ്യേണ്ടത്, നമ്മൾ അതിനെ ജഡ്ജ് ചെയ്യരുത്, അക്നോളജ് ചെയ്യുക. നമ്മൾ ഒരിക്കലും അറ്റാക്ക് ചെയ്യല്ല വേണ്ടത്. നമ്മൾ എനിക്കൊരു നെഗറ്റീവ് തോട്ട് എന്റെ മൈൻഡിലൂടെ കടന്നുപോയി, എന്റെ മനസ്സിലൂടെ ഒരു നെഗറ്റീവ് തോട്ട് കടന്നുപോയി, ഞാൻ അത് അക്നോളജ് ചെയ്തു, ഇനി ഞാൻ എപ്പോഴും ഇങ്ങനെ ഒരു നെഗറ്റീവ് തോട്ട് കൊണ്ടുവരില്ല എന്നുള്ള ഒരു അവയർനെസ്സിൽ നമ്മൾ നിൽക്കുമ്പോൾ എന്താണ്, ഇപ്പൊ നമ്മളൊരു നെഗറ്റീവ് തോട്ട് വന്നു, സ്വാഭാവികം നെക്സ്റ്റ് മൊമെന്റ് ഞാൻ അത് അവെയർ ആയിട്ട് അത് വരുത്താതിരിക്കാൻ വേണ്ടി അതിന്റെ പുറകെ പോകുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ നെക്സ്റ്റ് വേറൊരു കാര്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരിക, അല്ലെങ്കിൽ ബ്രീത്തിങ് ടെക്നിക്സ് പ്രാക്ടീസ് ചെയ്യുക, നമുക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യത്തെ കുറിച്ച് ചിന്തിക്കുക. നമ്മൾ അവെയർ ആയിട്ട് തന്നെ അവിടെ നിന്ന് നമ്മൾ അത് അക്നോളജ് ചെയ്ത്, ഞാൻ എന്റെ മനസ്സിലേക്ക് ഇപ്പോൾ നെഗറ്റീവ് തോട്ട്സ് വരാണ്, എനിക്ക് പോസിറ്റീവ് ആവാൻ ഒരു പോസിറ്റീവ് എനർജി വേണം. എനിക്കിപ്പോ ഒരു പാട്ട് കേട്ടാലാണ് എനിക്ക് പോസിറ്റീവ് ആവാൻ തോന്നുന്നത്, അല്ലെങ്കിൽ നേച്ചറിലേക്ക് ഒന്ന് ഇറങ്ങുക, അല്ലെങ്കിൽ എന്താണ് ഒന്ന് നടക്കുക. നമുക്ക് തന്നെ അവെയർ ആയിട്ട് നമ്മൾ അവിടെ നിന്ന് ജസ്റ്റ് ഷിഫ്റ്റ് ചെയ്യുക. നമ്മുടെ ക്യാരക്ടറല്ല നമ്മൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെ അക്നോളജ് ചെയ്തിട്ട് നമ്മൾ, അല്ലാതെ അയ്യോ എനിക്കൊരു നെഗറ്റീവ് തോട്ട് വന്നു ഇനി ഞാൻ അത് ആലോചിക്കാൻ പാടില്ല, നമ്മൾ ആലോചിക്കാൻ പാടില്ല എന്ന് ചിന്തിക്കുമ്പോൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് അതായിരിക്കും വരുന്നത്. പകരം നമുക്ക് അത് അക്നോളജ് ചെയ്യാൻ, ഓൾറെഡി ഈ ഒരു സാഹചര്യം എനിക്കൊരു നെഗറ്റീവ് തോട്ട് തന്നു, അപ്പൊ ആ സാഹചര്യത്തിൽ നിന്ന് ജസ്റ്റ് മൂവ് ചെയ്യുക. അങ്ങനെ നമ്മൾ അതിനെ അക്നോളജ് ചെയ്ത് അതിനെ അറ്റാക്ക് ചെയ്യാതെ നമുക്ക് ആ ഒരു രീതിയിൽ വരുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഈ റിപ്പീറ്റഡ് തോട്ട്സ്, അതായത് നെഗറ്റീവ് ആയിട്ടുള്ള റിപ്പീറ്റഡ് തോട്ട്സ് പോകാതിരിക്കാൻ നമ്മളെ വളരെയധികം സഹായിക്കും. അതായത് വാട്ട് യു ഒബ്സർവ്, നമ്മൾ എങ്ങനെയാണ് സെൽഫ് ഒബ്സർവേഷൻ, ഏതെല്ലാം കാര്യങ്ങളിലാണ് ഒബ്സർവ് ചെയ്യുന്നത്? നമ്മുടെ തോട്ട്സ്, നമ്മുടെ ഇമോഷൻസ്, ബോഡി സെൻസേഷൻ, ബിഹേവിയേഴ്സ്. അതായത് തോട്ട്സ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ബോഡിയിൽ ഓരോ നിമിഷവും നമ്മുടെ ബ്രെയിനിൽ ഇഷ്ടം പോലെ തോട്ട്സ് ആയിരിക്കും വന്നു പോകുന്നത്. അപ്പൊ നമ്മൾ ജസ്റ്റ് അതിനെ ഒബ്സർവ് ചെയ്യുക. ഈ തോട്ട്സ് റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ടോ, ആ തോട്ട്സ് കൊണ്ട് എനിക്ക് എന്താണ്, ജഡ്ജ്മെന്റ് അല്ല ഉദ്ദേശിക്കുന്നത്, ജസ്റ്റ് അവെയർ ആകുക. ഇത് നെഗറ്റീവ് തോട്ടാണ്, എന്നെ അത് നെഗറ്റീവായിട്ട് ബാധിക്കും എന്ന് തോന്നിയാൽ നമ്മൾ ആ തോട്ടിനെ ലീവ് ചെയ്യുക. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ കമ്പല് ചെയ്യല്ല ചെയ്യണം. വന്നു, ഒരു നെഗറ്റീവ് തോട്ട്സ് ആയിരുന്നു, വന്നു, ഇപ്പൊ അത് വരാതിരിക്കാൻ അതിൽ നിന്നും ജസ്റ്റ് മൂവ് ചെയ്ത് മാറുക. അതുപോലെ നമ്മുടെ ഇമോഷൻസ്, ഞാൻ കറന്റ്ലി രാവിലെ നടന്ന ഒരു ചെറിയ കുട്ടികളുടെ കുസൃതി, അതെനിക്ക് ദേഷ്യം ഉണ്ടാക്കി, എനിക്ക് എന്താണ് ദേഷ്യം എന്ന് പറയുന്ന ഒരു ഇമോഷൻ എന്നിലേക്ക് വന്നു, അല്ലെങ്കിൽ എനിക്ക് സങ്കടം ഉണ്ടാക്കി, ആ ഒരു സംഭവം എന്നെ വളരെയധികം സങ്കടപ്പെടുത്തി, ആ ഇമോഷൻ നമ്മൾ ജസ്റ്റ് ഒബ്സർവ് ചെയ്യാം. അതുപോലെ നമ്മുടെ ബോഡിയിലെ ഓരോ സെൻസേഷൻസും
നമ്മുടെ ബിഹേവിയേഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് ഇതിനെല്ലാം നോക്കിക്കാണുന്നത്, നമ്മുടെ ക്യാരക്ടർ അല്ലെങ്കിൽ നമ്മുടെ ബിഹേവിയർ എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ ഒബ്സർവ് ചെയ്യുക. മറ്റുള്ളവരുടെ ബിഹേവിയർ അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മളെ തന്നെ. അതായത് എന്റെ ബിഹേവിയറിൽ എന്ത് ചേഞ്ചസ് ആണ് എനിക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നത്, എനിക്കൊരു കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് മുന്നോട്ട് പോകാൻ എന്റെ ബിഹേവിയർ എങ്ങനെ ചേഞ്ചസ് വരുത്താം. ജസ്റ്റ് അതിനെ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് അതിനെ അക്നോളജ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ നമുക്ക് എന്താണ്, വേറൊരു തലത്തിലേക്ക് നമുക്ക് മാറാൻ സാധിക്കും. ഒരിക്കലും എന്റെ ബിഹേവിയർ അതിനെ ജഡ്ജ് ചെയ്ത് ഈ ഒരു ബിഹേവിയർ മോശം ബിഹേവിയർ ആണ് എന്ന് പറഞ്ഞ് അതിന് നമ്മൾ അറ്റാക്ക് ചെയ്യുകയല്ല ചെയ്യുന്നത്. നമ്മുടെ ജീവിത സാഹചര്യങ്ങള് അല്ലെങ്കിൽ നമ്മുടെ പാസ്റ്റ് ട്രോമാസ് എല്ലാം, അല്ലെങ്കിൽ നമ്മൾ ഇത്രയും നാളും വന്ന കൾച്ചർ, അത് നമ്മളെ ബിഹേവിയറിനെ ഒരുപാട് ബാധിച്ചിട്ടുണ്ടാവും. അപ്പൊ എന്റെ ക്യാരക്ടറിൽ ചിലപ്പോൾ ചില മോശം സ്വഭാവങ്ങളും കാര്യങ്ങളും ഉണ്ടാകും. അത് ഞാൻ മനസ്സിലാക്കിയിട്ട് അതുണ്ടായത് ഒരു തെറ്റല്ല, മീൻസ് അതിനെ നമ്മൾ ജഡ്ജ് ചെയ്യല്ല ചെയ്യുന്നത്, എന്റെ സിറ്റുവേഷൻസും. ഇപ്പൊ എന്റെ പാസ്റ്റ് ട്രോമാസ്, ചിലപ്പോ എന്റെ പാസ്റ്റില് വളരെ മോശം ഒരു സാഹചര്യം, എനിക്ക് ഒരു കുട്ടി ആവട്ടെ, ആ കുട്ടിക്ക് എന്തെങ്കിലും അബ്യൂസ് കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആ അബ്യൂസ് ഉണ്ടായതിന്റെ ആ ഒരു കാര്യങ്ങളും കാരണങ്ങളും ആ കുട്ടിയുടെ ബിഹേവിയറിൽ നല്ല രീതിയിൽ വരുന്നുണ്ടാവും തുടക്കത്തിൽ. അപ്പൊ ആ കുട്ടി അത് മനസ്സിലാക്കുക, അല്ലാതെ ആ ബിഹേവിയർ ഞാൻ മോശമായി പോയി, എനിക്ക് ഒന്നും സാധിക്കില്ല, ഞാൻ കരുതാത്തവളാണ് എന്ന് ചിന്തിക്കുന്നതിന് പകരം ഈ ഒരു ട്രോമ എന്നെ ഇങ്ങനെ ഒരു ബിഹേവിയറിലേക്ക് കൊണ്ടെത്തിച്ചു എന്ന അവെയർ ആയ ശേഷം, ആ ഒരു ട്രോമ കാരണം ഇങ്ങനെ ഒരു ബിഹേവിയർ വന്നു, പക്ഷെ ആ ബിഹേവിയർ എനിക്ക് ഒരിക്കലും മുമ്പോട്ടുള്ള ലൈഫിൽ എനിക്ക് ഹെൽപ്ഫുൾ അല്ല, എന്റെ ലൈഫില് അത് നെഗറ്റീവായിട്ട് ബാധിക്കും എന്ന് മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് നമ്മൾ അത് അക്നോളജ് ചെയ്ത്, ഓൾറെഡി എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അത് ഞാൻ അക്നോളജ് ചെയ്തിട്ട് അതിൽ നിന്ന് നമുക്ക് മാറാൻ സാധിക്കണം. അതായത് നമ്മുടെ ജഡ്ജ്മെന്റ് പലപ്പോഴും നമുക്ക് സഫറിങ്, അതായത് നമുക്കൊരു കാര്യം ഉണ്ട്, അതൊരു പെയിൻ ആയിരിക്കും, പക്ഷെ അത് ജഡ്ജ്മെന്റിലേക്ക് വരുവാണ് നമ്മുടെ പെയിൻ സെക്കൻഡ് ലെയർ ഓഫ് പെയിൻ ആയിട്ട് മാറുന്നത്. അതായത് എനിക്ക് ഈ ഒരു സംഭവം എന്നെ വളരെ വിഷമിപ്പിച്ചു, പക്ഷെ ആ ഒരു അവിടെ വരുന്നത് ഫസ്റ്റ് ലെയർ, നമുക്ക് ഇതിനെ പെയിൻ എന്ന് പറയാം. നെക്സ്റ്റ് ജഡ്ജ്മെന്റ് വരുമ്പോ അങ്ങനെ ആ സംഭവം നടന്നത് കൊണ്ട് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വന്നു, ഇത് എന്റെ ലൈഫിന് മോശമാണ്, അല്ലെങ്കിൽ ഞാൻ അത്രയും എന്താ നെഗറ്റീവ് മോശം വ്യക്തി ആയതുകൊണ്ടല്ലേ ഞാൻ ഈ രീതിയിൽ പ്രതികരിച്ചത് എന്നല്ല നമ്മൾ അതിനെ ജഡ്ജ് ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ അതിന്റെ അടുത്ത ലെവലിലേക്ക് പോകും, സെക്കൻഡ് ലെയർ ഓഫ് പെയിൻ. അതായത് നമ്മുടെ ഇന്റൻഷനെ, ഇമോഷൻസിനെ അല്ലെങ്കിൽ നമ്മുടെ സ്ട്രെസ്സിനെയൊക്കെ അത് ഇൻക്രീസ് ചെയ്യാൻ, കൂട്ടാൻ കാരണമാകും. മറ്റേതെന്താണ്, ആ ഒരു ഇൻസിഡന്റ് വന്നു, ആ ഇൻസിഡന്റ് ഞാൻ അവെയർ ആകുമ്പോ നമുക്ക് അത്രയും പ്രശ്നമില്ല. അതായത് രാവിലെ കുട്ടികൾ ചെയ്ത കുസൃതിക്ക് എനിക്ക് ദേഷ്യം വന്നു, ഞാൻ ജസ്റ്റ് അവെയർ ആവുക ചെയ്യുന്നത്. നമ്മൾ അത് കഴിഞ്ഞ് ഞാൻ അതിനെ ജഡ്ജ്മെന്റ് കൊടുക്കുവാണ്. രാവിലത്തെ എനിക്ക് പോവാനുള്ള തിരക്കുകൾക്കിടയിൽ കുട്ടികളാവുമ്പോൾ കുസൃതി കാണിക്കും, അപ്പൊ എനിക്ക് ദേഷ്യം വരാൻ പാടില്ലായിരുന്നു, ഞാൻ നല്ല അമ്മയല്ല, ഞാൻ ജഡ്ജ്മെന്റ് കൊടുക്കാം, ഞാൻ നല്ല അമ്മയല്ലാത്തത് കൊണ്ടാണ് എനിക്ക് അത്രയും ദേഷ്യം വന്നത്, ഞാൻ എന്നെ അവിടെ എന്ത് ചെയ്യാണ്, മോശമായിട്ട് എന്റെ മൈൻഡിലേക്ക് വരികയാണ്. അപ്പൊ അതെനിക്ക് മറ്റേതെന്താണ്, നമ്മൾ അവെയർ, ആ ഒരു തിരക്കിന്റെ ഇടയിൽ കുട്ടികളുടെ കുസൃതി എനിക്കൊരു ദേഷ്യം ഉണ്ടാക്കി എന്ന് മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നത്. നെക്സ്റ്റ് അത് ജഡ്ജ്മെന്റ് ചെയ്യുമ്പോൾ നമ്മുടെ അതിന്റെ സെക്കൻഡ് ലെയർ ഓഫ് പെയിനിലേക്ക് നമ്മൾ എത്തിപ്പെടുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഇമോഷന്, അതായത് ഞാനൊരു അമ്മയല്ല എന്നുള്ളൊരു തോട്ടിലേക്ക് പിന്നീടും ഓരോരോ പ്രശ്നങ്ങൾ വരുമ്പോ എന്താണ്, ഈ സെയിം തോട്ട് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരും. അപ്പൊ റിപ്പീറ്റ് ചെയ്ത് വരുമ്പോ എന്താണ്, ഫൈനലി എന്റെ സബ് കോൺഷ്യസ് മൈൻഡ് നമുക്ക് ഒരു ഇത് തരാണ്, താങ്കൾ നല്ല വ്യക്തി അല്ല എന്നുള്ള ഒരു ചിന്തയിലേക്ക് അത് കൊണ്ടെത്തിക്കും. കാരണം വീണ്ടും വീണ്ടും എന്തെങ്കിലും ഇഷ്യൂസ് വരുമ്പോൾ നമ്മൾ ഇതുപോലെ ജഡ്ജ്മെന്റ് നടത്തി നെഗറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കും ഉള്ളിലേക്ക് കൊടുക്കുന്നത്, അത് നമ്മളെ അങ്ങനെ കൊണ്ടുപോയി എത്തിക്കും. അപ്പൊ ജസ്റ്റ് നിങ്ങൾ ഈ ഒരു സമയത്ത് ഒരു നിമിഷം ഒന്ന് കണ്ണടച്ചിരിക്കുക, നിങ്ങളുടെ ബ്രെയിനിലൂടെ ഇപ്പോ പോകുന്ന തോട്ട്സ് എന്താണ്,
ഇപ്പൊ എന്താണ് കറന്റ്ലി പെട്ടെന്ന് ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് കണ്ണടച്ച് ഇരിക്കുക, കാമായിട്ടിരിക്കുക. കാമായിട്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ മൈൻഡിലൂടെ പോകുന്നത് എന്ന് ഒന്ന് കുറിക്കുക. ഓക്കെ, നിങ്ങൾക്കിപ്പോ എന്താണ് ഈ ഒരു സമയം, ഒരു നിമിഷം നിങ്ങൾ എന്ത് ചെയ്തു, ഒന്ന് നിങ്ങളെ തന്നെ ഒബ്സർവ് ചെയ്തു. എന്ത് തോട്ട്സ് ആണ് നിങ്ങളുടെ മൈൻഡിലൂടെ പോയത്, എന്താണെന്ന് ഒന്ന് ജസ്റ്റ് എഴുതാവും. ചിലപ്പോ നമ്മുടെ ഫാന്റെ സൗണ്ട് ആയിരിക്കും നിങ്ങളുടെ മൈൻഡിലൂടെ പോയത്, അല്ലെങ്കിൽ എന്താണ്, ചിലപ്പോ നിങ്ങളുടെ ഇന്ന് നടന്ന എന്തെങ്കിലും സംഭവങ്ങളായിരിക്കാം, ചിലപ്പോ പുറത്തുനിന്നുള്ള സൗണ്ട് ആയിരിക്കാം. അങ്ങനെ പലതും ഈ ഒരു നിമിഷം പെട്ടെന്ന് മൈൻഡിലേക്ക് വന്ന തോട്ട്സ് എന്താണ്? ഓക്കെ, എഴുതിയോ? ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയാവോ? അല്ലെ, ക്ലാസ് ഇത് തുടങ്ങുന്നതിന് മുമ്പ് കണ്ണാടി പൊട്ടിപ്പോയി, അതിനെ പറ്റി ആലോചിച്ച ഞാൻ ഓക്കെ, മാറ്റി വെക്കാൻ പോയതാ. മാറ്റി വെക്കാൻ എഴുന്നേറ്റുള്ളൂ, അപ്പത്തേക്കും പൊട്ടി. ഭയങ്കര, ഞാൻ ഇന്ന് ഗ്ലാസ് ചാടി പൊട്ടുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോ വിമൽ സാറിന്റെ വീട്ടിൽ കണ്ണാടി ചാടിയാണ് പൊട്ടിയത്. ഓക്കെ, പ്രകാശ് സാറ് ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാവോ? ഈ ക്ലാസ്സിൽ നിന്ന് എങ്ങനെ നേട്ടം ഉണ്ടാക്കാമെന്നുള്ള മനസ്സിൽ കടന്നത്. സാറ് പറഞ്ഞത് ക്ലിയർ ആയില്ല, ഈ ക്ലാസ്സിൽ സൗണ്ട് നിന്ന് ക്ലിയർ അല്ലായിരുന്നു. ഈ ക്ലാസ്സിൽ നിന്ന് എങ്ങനെ നേട്ടം ഉണ്ടാക്കാം എന്നിങ്ങനെ മനസ്സിൽ ചിന്തണം. കേട്ടോ? പ്രകാശ് സാർ പറഞ്ഞത് എനിക്ക് ക്ലിയർ ആയില്ല. ഉച്ചറാണി ക്ലിയർ മാം, മാം എന്താണ് ജസ്റ്റ് ഒന്ന് ആ, എന്താണ് മൈൻഡ്ഫുൾ ആയിട്ട് പ്രകാശ് സാർ പറഞ്ഞത് ഞാൻ പറയട്ടെ? ഹലോ, കേൾക്കുന്നുണ്ടോ? എന്റെ നെറ്റ് ഒന്ന് കട്ടായി. ആ, പ്രകാശ് സാർ പറഞ്ഞത്, ഓക്കെ പ്രകാശ് സാറെ, ഞാൻ കേട്ടില്ലായിരുന്നു, എനിക്ക് നെറ്റ് കറക്റ്റ് അല്ലായിരുന്നു. പ്രകാശ് സാർ ഇപ്പൊ പറഞ്ഞ ക്ലിയർ അല്ലേ? അതന്നെ. പ്രകാശ് സാർ പറഞ്ഞത് എന്താണെന്ന് ഞാൻ ഞാൻ പറയാം. എന്നാ എന്റെ വീഡിയോ ഓഫ് ചെയ്യാം. പറഞ്ഞോളൂ സാറേ. പ്രകാശ് സാർ പറഞ്ഞത് ഈ ക്ലാസ്സിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു, ഇതിൽ നിന്ന് എനിക്ക് എന്ത് ബെനിഫിറ്റ് ഉണ്ടാവും എന്നാണ് ചിന്തിച്ചത്. ക്ലിയർ ആയോ? ഓക്കെ, ക്ലിയർ. വെരി ഗുഡ് പ്രകാശ് സാർ. അപ്പോ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം വിമൽ സാർ ഇന്ന് നേരത്തെ നടന്ന ഒരു സംഭവത്തെ കുറിച്ചാണ്, പ്രകാശ് സാറ് ഫ്യൂച്ചറിനെ കുറിച്ചാണ്. ഈ ഒരു ഇതിൽ നിന്ന് എനിക്ക് ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് എന്ത് ബെനിഫിറ്റ് ആണ് കിട്ടാൻ പോകുന്നത്. അപ്പോ ഫ്യൂച്ചറിനെ കുറിച്ച് വിമൽ സാർ ഓൾറെഡി കഴിഞ്ഞു പോയ കാര്യത്തെ കുറിച്ചാണ് എന്ത് ചെയ്ത് തോട്ട് വന്നത്. പക്ഷെ നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ട് നമ്മുടെ ഇപ്പൊ കറന്റ് സിറ്റുവേഷൻ, അതായത് മൈൻഡ്ഫുൾനെസ് ഈസ് സീയിങ് തിങ്സ് എക്സാക്ട്ലി ആസ് ദേ ആർ. ജോസഫ് കോൾസ്റ്റൺ പറഞ്ഞ ഒരു വാക്കുകളാണ്. അതായത് നമ്മള് കറന്റ്ലി എന്താണോ, എവിടെയാണോ അവിടെ ആയിരിക്കണം നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ടത്. നമ്മുടെ തോട്ട്സുകൾ പലപ്പോഴും നമ്മുടെ ഫ്യൂച്ചറിലേക്കും
അല്ലെങ്കിൽ പാസ്റ്റിലേക്ക് പോകും. നമ്മൾ ഈ ഒരു പ്രസന്റിൽ നിൽക്കാൻ നമ്മൾ കൂടുതൽ ശ്രമിക്കുക. നമ്മൾ പലപ്പോഴും ഈ ഒരു സെൽഫ് ഒബ്സർവേഷന് താല്പര്യം കാണിക്കാത്തതിന്റെ മെയിൻ കാരണം ഈ പറഞ്ഞ പോലെ നമ്മളുടെ പാസ്റ്റ് കാര്യങ്ങൾ, പെയിൻഫുൾ ആയിട്ടുള്ള മെമ്മറീസ്, അല്ലെങ്കിൽ നമ്മുടെ ഗിൽറ്റ് ഫീലിംഗ്, അല്ലെങ്കിൽ ചൈൽഡ്ഹുഡിൽ നമ്മൾ കണ്ടീഷൻ ചെയ്തേക്കുന്ന കാര്യങ്ങൾ, സോഷ്യൽ എക്സ്പെക്ടേഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും നമ്മൾ സെൽഫ് ഒബ്സർവേഷൻ വേണ്ട എന്ന് വെക്കുന്നത്. അതായത് പലപ്പോഴും നമുക്കുണ്ടാകുന്ന പെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ, പാസ്റ്റിൽ സംഭവിച്ചേക്കുന്ന, അത് നമ്മുടെ മനസ്സിൽ കിടക്കുന്നുണ്ടാവും. അപ്പൊ നമ്മൾ ഒബ്സർവ് ചെയ്യാൻ പോകുമ്പോൾ കൂടുതൽ അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, മൈൻഡ്ഫുൾ ആയിട്ട് കറന്റ് മൊമെന്റിൽ നമ്മൾ ഒബ്സർവ് ചെയ്യാൻ ശ്രമിക്കും. നമ്മൾ ഫ്യൂച്ചറിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ പാസ്റ്റിലേക്കൊക്കെ പോകുമ്പോഴാണ് നമുക്കത് എന്താണ്, ഈ സെൽഫ് ഒബ്സർവേഷൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് നമ്മൾ അവോയ്ഡ് ചെയ്യാനുള്ള മെയിൻ കാരണം ഈ പാസ്റ്റിലുള്ള പെയിൻഫുൾ ആയിട്ടുള്ള മെമ്മറീസ്, അല്ലെങ്കിൽ ഗിൽറ്റ് ഫീലിംഗ്, അതുപോലെ നമ്മുടെ സോഷ്യൽ എക്സ്പെക്ടേഷൻസിനനുസരിച്ച് നമുക്ക് നിൽക്കാൻ സാധിക്കുമോ എന്നുള്ള തോട്ട്സ്, കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അതിനെ ഏറ്റവും കൂടുതൽ നമ്മൾ അതിനെ അവോയ്ഡ് ചെയ്യാനുള്ള മെയിൻ റീസൺ. ദ പവർ ഓഫ് സെൽഫ് ഒബ്സർവേഷൻ. നമ്മളെ തന്നെ ഒബ്സർവ് ചെയ്യുന്നത് കൊണ്ടുള്ള പ്രയോജനം. അതായത് കാംസ് ദ നെർവസ് സിസ്റ്റം. നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ കാമാക്കാൻ ഈ ഒരു സെൽഫ് ഒബ്സർവേഷൻ കൊണ്ട് നമുക്ക് സാധിക്കും. അതായത് നമ്മൾ പറഞ്ഞു, നമ്മൾ അതിനെ ജഡ്ജ് ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ സഫറിങ്സ് കൂടും അല്ലെങ്കിൽ പെയിൻ കൂടും എന്ന് പറഞ്ഞു. നമ്മൾ ജസ്റ്റ് അതിനെ വാച്ച് ചെയ്ത് അതിനെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, നമ്മുടെ നെർവസ് സിസ്റ്റം കാമാകാൻ, അതായത് നമ്മുടെ പാരാസിമ്പത്തറ്റിക് അടുത്ത ക്ലാസ്സുകളിൽ അത് വരുന്നുണ്ട്. നമ്മുടെ 2 നെർവസ് സിസ്റ്റം, ആ സിസ്റ്റത്തിലെ നമ്മൾ എന്താണ് നോർമൽ ആക്കുന്ന ഒരു രീതിയുണ്ട്. ആ രീതി, അതായത് നമ്മുടെ നെർവസ് സിസ്റ്റത്തെ കാമാക്കാൻ നമ്മുടെ സെൽഫ് ഒബ്സർവേഷൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ നമ്മുടെ ഇമോഷണൽ ഇന്റൻസിറ്റി, നമ്മൾ അവെയർ ആയിട്ട് നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ, ജഡ്ജ് ചെയ്യാതെ നമ്മളെ ജഡ്ജ്മെന്റ് നടക്കുമ്പോഴാണ് നമുക്ക് പെയിൻ കൂടി ആ ഇമോഷണൽ ഇന്റൻസിറ്റി കൂടി വരുന്നത്. ജസ്റ്റ് നമ്മൾ ഒബ്സർവ് ചെയ്ത് എനിക്കിപ്പോ ഒരു ദേഷ്യമുണ്ട് അല്ലെങ്കിൽ ഞാനിപ്പോൾ സങ്കടത്തിലാണ് എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ ഇമോഷണൽ ഇന്റൻസിറ്റി കുറയും. പകരം നമ്മൾ അതിനെ ജഡ്ജ് ചെയ്ത് ആ ഒരു അവെയർ ആയി കഴിയുമ്പോഴും നമ്മൾ അതിലെ ജഡ്ജ്മെന്റ് നിന്ന് അതിന്റെ പുറകെ, ആ തോട്ടിന്റെ പുറകെ നമ്മൾ പോകുമ്പോൾ, അല്ലെങ്കിൽ ആ ഇമോഷന്റെ പുറകെ നമ്മൾ പോകുമ്പോഴാണ് നമുക്ക് പിന്നീട്, അല്ലെങ്കിൽ ആ ഒരു ഇമോഷൻ വന്നു, ആ ഇമോഷൻ വന്നു കഴിയുമ്പോൾ അതെനിക്ക് വരാൻ പാടില്ലാത്തതാണ്. അതായത് ഞാൻ ഒറ്റപ്പെട്ടു പോയ ഒരു ഇമോഷൻ, അതാണിപ്പോ എന്റെ കറന്റ് നിൽക്കുന്നതെങ്കിൽ എന്റെ മൈൻഡ് പറയാ, നീ ഒരിക്കലും ഒറ്റപ്പെട്ടു പോകാനുള്ളതല്ല, അതൊരു നല്ല കാര്യമല്ല, ഒറ്റപ്പെടുക എന്നത് നല്ല കാര്യമല്ല എന്നുള്ള ഒരു മെസ്സേജ് ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമുക്ക് ആ ഒരു ഇമോഷൻ വീണ്ടും ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ ചില സമയങ്ങളിൽ, എല്ലാ സമയത്തും എനിക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ ആളുണ്ടാവണമെന്നില്ല. ഈ ഒരു സമയത്ത് ഞാൻ തനിച്ചായിപ്പോയി. തനിച്ചായാൽ എനിക്ക് അവിടെ നിന്ന് ആ സ്ട്രഗിളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കപ്പാസിറ്റി ഉണ്ട്, എന്റെ മൈൻഡിന് അതിനുള്ള എബിലിറ്റി ഉണ്ട് എന്നുള്ള ഒരു തോന്നലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ ഇമോഷണലി നമ്മൾ സ്റ്റേബിൾ ആയിട്ട് മാറും. അതുപോലെ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ക്ലാരിറ്റിയും നമുക്ക് ഇമോഷണൽ മെച്യൂരിറ്റിയും ഉണ്ടാവും. സെൽഫ് ഒബ്സർവേഷൻ പ്രാക്ടീസ് ചെയ്യാൻ ഫസ്റ്റ് ചെയ്യേണ്ടത്, നമുക്കൊരു ഇമോഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും വരുമ്പോൾ നമ്മൾ, അല്ലെങ്കിൽ നമ്മുടെ ഒരു തോട്ട്, അതിൽ ജസ്റ്റ് പോസ് ചെയ്യുക. നമ്മൾ എന്ത് ചെയ്യുക, ആ തോട്ടിനെ, ഇപ്പൊ നിങ്ങൾ ചെയ്തത് കുറച്ച് മുമ്പ് ചെയ്തു, അതായത് ഒന്ന് പോസ് ചെയ്തു, വിമൽ സാർ ഇങ്ങനെ ചിന്തിച്ചു, ഇപ്പൊ എനിക്ക് എന്ത് തോട്ടാ വരുന്നത്, അവിടെ ഒരു പോസിങ്ങിലൂടെയാണ് കണ്ടെത്തിയത്. മിറർ താഴെ വീണ് പൊട്ടിയ കാര്യം ഇതാ. അല്ലെങ്കിൽ പ്രകാശ് സാറ് ഒന്ന് പോസ് ചെയ്തു, ഇപ്പൊ ഞാൻ എന്താ ചിന്തിക്കുന്നത് എന്ന് പറഞ്ഞ് അവിടെ ഒന്ന് പോസ് ചെയ്തു. അതായത് ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിലൂടെ എനിക്ക് എന്താണ് ബെനിഫിറ്റ് കിട്ടാൻ പോകുന്നത്, നമ്മൾ അതിനെ പോസ് ചെയ്ത് നോട്ടീസ് ചെയ്തു. നമ്മൾ അതിനെന്താ ആ ഒരു ഇമോഷനിൽ, നമുക്ക് ഇമോഷൻസ് ആണെങ്കിൽ നമ്മൾ അതിന് ഇത് ആങ്കറിങ്, അല്ലെങ്കിൽ ഈ ഒരു തോട്ടാണ് വന്നത്, അവിടെ നിന്ന് പേര് കൊടുത്തു. നമുക്ക് അതിലൂടെ ബ്രീത്ത് ചെയ്ത് നമ്മൾ അതിനെ അലൗ ചെയ്യുക. നമ്മൾ ഇപ്പോ പ്രകാശ് സാറ് പറഞ്ഞു ഇനി ഫ്യൂച്ചറിൽ എന്താണ് വരുന്നത്, ടെൻഷനിലേക്ക് പോവാതെ നമുക്ക് ഇതിലൂടെ പോയി നോക്കാം. കിട്ടുന്ന ഓരോ നോളജും എനിക്ക് ബെനിഫിറ്റ് ആയിരിക്കും.
അപ്പൊ ഈ നോളജിൽ കൂടെ കടന്നു പോകുക എന്നുള്ള അതിനെ അനുവദിക്കുക. നമ്മൾ ആ ഒരു കാര്യത്തെ നമുക്ക് വന്ന തോട്ട് ഈ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നത് കൊണ്ട് എന്താണ് ബെനിഫിറ്റ് എന്നുള്ളൊരു തോട്ടാണ് വന്നത്. ആ തോട്ടിനെ നമുക്ക് ഇങ്ങനെ ഒരു തോട്ട് വന്നു, ഈ ഒരു കോഴ്സിലൂടെ കടന്നു പോകുമ്പോൾ ഓരോ ദിവസവും എനിക്ക് ഒരു ഇൻഫർമേഷൻ എങ്കിലും കിട്ടും, അല്ലെങ്കിൽ ഒരു നോളജ് കിട്ടും. ഈ നോളജ് എനിക്ക് ലൈഫിനെ ബെറ്റർ ആക്കി മാറ്റാൻ ഹെൽപ്പ് ചെയ്യും എന്നുള്ള രീതിയിൽ ഇതിലൂടെ ഈ ഒരു പ്രോസസ്സിലൂടെ അലൗ ചെയ്ത് പോകാൻ, അതാണ് സെൽഫ് ഒബ്സർവേഷൻ. അങ്ങനെയാണ് നമ്മൾ സെൽഫ് ഒബ്സർവ് ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യുന്നത്. അല്ലാതെ ആ കിട്ടിയ തോട്ടിനെ കുറിച്ച് നമ്മൾ വറി ചെയ്യല്ല വേണ്ടത്, അതിനെ നമ്മൾ അലൗ ചെയ്ത് അവിടെ മുന്നോട്ട് പോവുക. ഇനി നമ്മുടെ തോട്ട്സിനെ നമുക്ക് 3 സർക്കിൾസ് ആയിട്ട് തിരിക്കാൻ പറ്റും. നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന നമ്മളെ സർക്കിൾ ഓഫ് കൺട്രോൾ എന്ന് പറയും. എ ടൂൾ ടു റെഡ്യൂസ് സ്ട്രെസ് ആൻഡ് ഇൻക്രീസ് ക്ലാരിറ്റി. അതായത് നമ്മുടെ 3 സർക്കിളിലെ ലൈഫിനെ 3 സർക്കിളിലേക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. നമ്മൾ പറഞ്ഞു എന്താണ്, ഈ ഒരു സെൽഫ് ഒബ്സർവേഷൻ നടത്തി കഴിയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ഒരു ഐഡിയ കിട്ടും. നമ്മൾക്കിപ്പോ ഈ ഒരു തോട്ടാണ് വന്നത്. ഇപ്പൊ വിമൽ സാറ് പറഞ്ഞു, പ്രകാശ് സാറ് പറഞ്ഞു ഒരു കാര്യമാണ്, അല്ലെങ്കിൽ പ്രകാശ് സാറ് ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ടെൻഷനാണ് എന്നെല്ലാം പറഞ്ഞു. അപ്പൊ നമുക്ക് ഈ തോട്ട്സിനെ അല്ലെങ്കിൽ ഈ ഇമോഷൻസിനെ നമുക്ക് വ്യക്തമായിട്ട് ഒരു 3 സർക്കിളിന്റെ ഉള്ളിൽ നമുക്ക് ക്രോഡീകരിക്കാൻ സാധിക്കും. എന്തിനാ ഇങ്ങനെ ക്രോഡീകരിക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സർക്കിൾ ഓഫ് കൺട്രോള് നമ്മുടെ സ്ട്രെസ് കുറയ്ക്കാൻ സഹായിക്കും. അപ്പൊ ആദ്യം നമുക്ക് സർക്കിൾ ഓഫ് കൺട്രോൾ എന്താന്ന് മനസ്സിലാക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ ലൈഫിനെ ഓർഗനൈസ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത്. 3 സർക്കിളാണ്. ഫസ്റ്റ് വൺ സർക്കിൾ ഓഫ് കൺട്രോൾ, അതായത് എന്റെ കൺട്രോളിലുള്ളത്, ഞാൻ പറയുന്ന വാക്കുകള്, എന്റെ ചിന്തകള്, അല്ലെങ്കിൽ എന്റെ ബിഹേവിയർ, ഞാനുമായി ബന്ധപ്പെട്ട എന്റെ വാല്യൂസ്, ഗോൾസ്, മൈൻഡ് സെറ്റ്, ഇതെല്ലാം എനിക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. പക്ഷെ ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഇന്ന് നടക്കുന്ന, അല്ലെങ്കിൽ ഇന്നിപ്പോ വേറെ പുറത്ത് നടക്കുന്ന ഇന്നത്തെ ഇന്ന് ഫുട്ബോൾ മാച്ച് നടക്കുന്നുണ്ട്, അതിന്റെ കളി, അതെനിക്ക് ഇവിടെ ഇരുന്ന് കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല. അത് ഇന്ന ടീം ജയിക്കണം അല്ലെങ്കിൽ മറ്റേ ടീം തോക്കണം, ഇതൊന്നും എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷെ എന്റെ കാര്യം, ഞാൻ ഇന്ന് എന്ത് ചെയ്യും, അല്ലെങ്കിൽ എനിക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്, ഞാൻ എത്ര മണിക്ക് ഉറങ്ങണം, അല്ലെങ്കിൽ ഞാൻ എപ്പോ എഴുന്നേൽക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതായത് തിങ്സ് ഐ ക്യാൻ ഡയറക്ട്ലി കൺട്രോൾ ഓർ ഇമ്പാക്ട്, എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് സർക്കിൾ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. എന്റെ കാര്യങ്ങൾ, മൈ വേർഡ്സ്, മൈ ബിഹേവിയർ, മൈ ബൗണ്ടറീസ്, മൈ വാല്യൂസ്, ഗോൾസ് ആൻഡ് മൈ മൈൻഡ് സെറ്റ്, അങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് സർക്കിൾ ഓഫ് കൺട്രോൾ. ഇനി നെക്സ്റ്റ് വൺ സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസ്. എനിക്ക് എന്റെ വേർഡ്സ്, കാര്യങ്ങൾ, ബിഹേവിയർ, കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പൊ എന്റെ വാക്കുകൾ ഇവിടെ ഇരിക്കുന്ന ക്ലാസ്സിലിരിക്കുന്ന ഓരോരുത്തരും കേൾക്കുന്നുണ്ട്. കുറച്ചു പേരെങ്കിലും ഈ പറയുന്ന കാര്യങ്ങള് എന്താണ് ഉള്ളിലേക്ക് എടുത്തിട്ട്, അതായത് നമ്മളൊരു ക്ലാസ്സിൽ വന്നു കഴിയുമ്പോൾ ആ ക്ലാസ്സിലെ കണ്ടന്റുകൾ, നോളജ് നമ്മൾ എന്ത് ചെയ്യും, അവിടുന്ന് നമുക്ക് ഇപ്പൊ ആരാണ് ഇതിലൊരു ഗുഡ് ER ട്രെയിനർ ആയിട്ട് മാറാൻ പറ്റുന്നത്? ഞങ്ങളുടെ ക്ലാസ്സിലെ കണ്ടന്റ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി അത് പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് ഒരു നല്ല ER ട്രെയിനർ ആയിട്ട് മാറാൻ സാധിക്കും. പക്ഷെ ക്ലാസ്സിൽ വന്നത് കൊണ്ട് ഒരിക്കലും ഒരു ER ട്രെയിനർ ആവാൻ സാധിക്കില്ല. അവരുടെ ഇമോഷൻസിലെ കൺട്രോൾ ചെയ്യാനും സാധിക്കില്ല. ആരാണോ ഈ പറഞ്ഞ കാര്യങ്ങളെ കേട്ടിട്ട് അത് മനസ്സിലാക്കി അത് ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നവർക്കാണ് നല്ലൊരു ER ട്രെയിനർ ആയിട്ട് മാറാൻ സാധിക്കുന്നത്. അപ്പൊ ആരാണോ ഈ ഒരു ക്ലാസ്സിലെ കാര്യങ്ങൾ കേട്ട്, അപ്പൊ എന്താണ് ഞാൻ പറയുന്ന കാര്യങ്ങള് എനിക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പേരുണ്ട്. ആ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നവർക്കാണ്, അതിനെയാണ് നമ്മൾ സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ നിങ്ങൾ ക്ലാസ്സിലിരിക്കുമ്പോൾ ക്ലാസ്സിലിരിക്കുന്ന എല്ലാവരെയും ഒരുപോലെ ആയിരിക്കില്ല ഇൻഫ്ലുവൻസ് ചെയ്യാൻ എനിക്ക് സാധിക്കുന്നത്. ചിലവര് ഈ ക്ലാസ്സിൽ പറയുന്ന പോലെ മനസ്സിലേക്ക് എടുത്തിട്ട് അത് ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നവരുണ്ടാവും. ചിലവര്
അപ്പൊ നമ്മളാണെങ്കിലും ഒരു ക്ലാസ്സിൽ കയറുമ്പോൾ പല രീതിയിലായിരിക്കും നമ്മുടെ ബിഹേവിയർ. ചിലപ്പോ ക്ലാസ്സിൽ കേട്ട് അത് അങ്ങനെ അങ്ങ് വിടുന്നവരുണ്ടാവും. അപ്പൊ ആരാണോ ഇത് ആരിലേക്കാണോ എനിക്കിത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നത്, അത് എന്റെ ഇൻഫ്ലുവൻസിലുള്ളതാണ്. തിങ്സ് ഐ ക്യാൻ ഇൻഫ്ലുവൻസ് വിത്ത് വാട്ട് ഐ ആം ഏബിൾ ടു കൺട്രോൾ. എന്റെ വാക്കുകളിലൂടെ എനിക്ക് നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റുമ്പോൾ അവിടെയാണ് സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസ് വരുന്നത്. അതായത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ്, റിലേഷൻഷിപ്സില്, ഫ്രണ്ട്ഷിപ്പില്, അതുപോലെ മറ്റുള്ളവരിലെ ട്രസ്റ്റ്. ഇപ്പോ ഞാനൊരു കൗൺസിലറാണ്. കൗൺസിലിങ്ങിന് വരുന്നവര് എല്ലാവരെയും എനിക്ക് ട്രസ്റ്റ് കൊടുത്ത് അവരെ ചിലപ്പോ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കണമെന്നില്ല. കാരണം ചിലപ്പോ ചിലർക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ അവരുടെ ലൈഫിൽ എടുത്തിട്ട് അവർക്കത് ബെസ്റ്റ് ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ ചിലവരെന്താ, അവരങ്ങനെയൊക്കെ പറയും. അവർക്കതൊക്കെ പറയാം, അനുഭവിക്കുന്ന ഞങ്ങൾക്കാണ് ഇത് എന്നുള്ള രീതിയിൽ ആ ഒരു കാര്യം എടുക്കുന്നവരുണ്ടാവും. അപ്പോ എന്റെ ലൈഫിൽ ചേഞ്ച് വരുത്തിയത് ഞാൻ മൈൻഡിനെ കുറിച്ചുള്ള പഠനങ്ങൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ദ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ്, അല്ലെങ്കിൽ ദ മിറാക്കിൾ ഓഫ് യുവർ മൈൻഡ്, ഇങ്ങനെയുള്ള ബുക്കുകൾ ഒത്തിരി പേര് ഈ ബുക്കുകൾ വായിച്ചിട്ടുണ്ടാവും. പക്ഷെ എന്നെ ആ ബുക്കുകൾ എന്ത് ചെയ്തു, ഇൻഫ്ലുവൻസ് ചെയ്തു. ഞാൻ ആ മൈൻഡിന്റെ പവർ എന്താണെന്ന് മനസ്സിലാക്കി അത് വെച്ച് എന്റെ ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഞാൻ ശ്രമിച്ചു. ആ ബുക്ക് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തു. പക്ഷെ അത് ബെസ്റ്റ് സെല്ലിംഗ് ബുക്കായിരുന്നു, ഒത്തിരി പേര് വായിച്ചിട്ടുണ്ട്. പക്ഷെ പലരും വായിച്ചിട്ട് ജസ്റ്റ് അതിനെന്ത് ചെയ്തിട്ടുണ്ടാവും, ലീവ് ചെയ്തിട്ട് ഉണ്ടാവും, അത് വിട്ട് കളഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അവിടെ എന്ത് വന്നിട്ടില്ല, അവർക്കൊരു ഇൻഫ്ലുവൻസ് വന്നിട്ടില്ല. അപ്പൊ എന്റെ വാക്കുകളിലൂടെ എനിക്ക് മറ്റുള്ളവരെ തിങ്സ് ഐ ക്യാൻ ഇൻഫ്ലുവൻസ് വിത്ത് വാട്ട് ഐ ആം ഏബിൾ ടു കൺട്രോൾ. എനിക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നതാണ് സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസ്. അതായത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ്, എൻവയോൺമെന്റ് ഉള്ളതാണ് നമ്മുടെ സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസ്. ഇനി സർക്കിൾ ഓഫ് കൺസേൺ, നമുക്ക് സാധിക്കാത്ത കാര്യങ്ങൾ. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇന്നവിടെ ഫുട്ബോൾ മാച്ച് നടക്കുന്നുണ്ട്, അവരുടെ ജയോ തോൽവിയോ ഒന്നും ഞാൻ ഇവിടെ നിന്ന് പ്രഡിക്റ്റ് ചെയ്താലോ എന്റെ വാക്കുകൾ കൊണ്ടോ ഒന്നും മാറാനുള്ള ചാൻസ് ഇല്ല. അതുപോലെ പൊളിറ്റിക്സ്, കറന്റ് ഒരു പൊളിറ്റിക്സ് പോകുന്നുണ്ട്, അതിലിപ്പോ ഞാൻ എന്ത് പറഞ്ഞത് കൊണ്ടോ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ ഇവിടെ വാറ് നടന്നു, ആ വാറില് എനിക്ക് അതിലൊന്നും ചെയ്യാൻ സാധിക്കില്ല. എന്നെ സംബന്ധിച്ച് സർക്കിൾ ഓഫ് കൺസേണിൽ വരുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇപ്പോ ആ ഫുട്ബോൾ മാച്ചിൽ ആ മാച്ചിൽ പങ്കെടുക്കുന്നവരെ സംബന്ധിച്ച് അത് അവരുടെ സർക്കിൾ ഓഫ് കൺസേൺ ആയിരിക്കുന്നില്ല. അതായത് പേഴ്സൺ ടു പേഴ്സൺ ഇത് വേരി ചെയ്യും. അതായത് അവിടെ ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് തീരുമാനിക്കാം ഇത് സക്സസ്, അവർക്ക് വിജയിക്കണോ തോൽക്കണോ എന്ന്. അവരെ സംബന്ധിച്ച് അത് സർക്കിൾ ഓഫ് കൺട്രോളിൽ പെട്ടതാണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് അതുമായിട്ട് യാതൊരു കൺട്രോളും വരുന്നില്ല. അതായത് ഇപ്പോ ഈ ഒരിടയ്ക്ക് നമ്മുടെ ഈ വാറ് നടന്നുകൊണ്ടിരുന്നു, ആ വാറില് ഇപ്പൊ ഞാൻ എന്തെങ്കിലും വിചാരിച്ചു എന്ന് വെച്ച് എനിക്ക് വാറ് നടക്കുന്നത് ഇഷ്ടമല്ല, ഒത്തിരി പേർക്ക് ദുരിതമാണ്, അതുകൊണ്ട് വാറ് നിർത്തണം എന്ന് ഞാൻ ആഗ്രഹിച്ചത് കൊണ്ട് അവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല. പക്ഷെ അതിന്റെ തലപ്പത്തിരിക്കുന്ന ഇത് നടത്തുന്ന ഇതിന്റെ മെയിൻ അമരക്കാരായിട്ടുള്ള ആളുകൾ ചിന്തിക്കുകയാണ്, ഇത് വേണ്ട, ഇത് സമൂഹത്തിന് നെഗറ്റീവായിട്ട് ബാധിക്കും എന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് അത് സർക്കിൾ ഓഫ് കൺട്രോളിലാണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് അത് സർക്കിൾ ഓഫ് കൺസേണിൽ വരും. അപ്പോൾ നമ്മൾ ഓരോരുത്തരെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ സർക്കിൾ ഓഫ് കൺട്രോളും സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസ് ആൻഡ് സർക്കിൾ ഓഫ് കൺസേൺ. അതായത് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് സർക്കിൾ ഓഫ് കൺട്രോളും, എനിക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നത് സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസും, എനിക്ക് യാതൊരുവിധ ബന്ധവും വരാത്ത സംഭവങ്ങളാണ് സർക്കിൾ ഓഫ് കൺസേൺ. നമ്മുടെ ലൈഫില് ഈ സർക്കിൾ ഓഫ് കൺട്രോളിലുള്ള കാര്യങ്ങൾക്കായിരിക്കണം നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ സർക്കിൾ ഓഫ് കൺസേണിലുള്ള ഒരു കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ അവെയർ ആവണം. നമ്മുടെ ഇത് ഏതില് വരുന്നതാണ്, നമ്മുടെ ഡെയിലി ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ ഈ 3 സർക്കിളിൽ നമ്മൾ അറേഞ്ച് ചെയ്യണം. ഇനി നമ്മുടെ ഡെയിലി ലൈഫിൽ വരുന്ന കാര്യം സർക്കിൾ ഓഫ് കൺസേണിലാണെങ്കിൽ നമ്മൾ അവെയർ ആവുക, സർക്കിൾ ഓഫ് കൺസേണിൽ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന അവയർനെസ് കൊണ്ടുവന്നിട്ട് നമ്മൾ അതിനെ അവോയ്ഡ് ചെയ്യുക. അല്ലാതെ അതിൽ മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും,
ചിലപ്പോ ശ്രമിക്കാറുണ്ട്. ആ ശ്രമം ഒരിക്കലും വിജയത്തിലേക്ക് എത്തില്ല. അതായത് വെദർ വേൾഡ് ഇവന്റ്സ്, അതർ പീപ്പിൾസ് ചോയ്സ്, പൊളിറ്റിക്കൽ ഔട്ട്കംസ്, പാസ്റ്റ് മിസ്റ്റേക്സ്, ഇതൊന്നും, ട്രാഫിക് ഡിലേസ്, ഏജിങ്, ഡെത്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും നമുക്ക് നമ്മുടെ കൺട്രോളിലല്ല. അതുപോലെ ഇപ്പൊ നമ്മളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കൊളീഗ്സ് നമ്മളോട് ഇന്ന രീതിയിൽ ബിഹേവ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ ബോസ് ഇന്ന രീതിയിലായിരിക്കും പെരുമാറേണ്ടത്, എനിക്ക് ഇന്ന രീതിയിൽ അവിടെ ഇത് വേണം, ഇതൊന്നും നമുക്കറിയാം അത് നമ്മുടെ കൺട്രോളിൽ വരുന്നതാണോ അല്ലയോ. എന്നിട്ട് നമ്മുടെ കൺട്രോളിൽ വരാത്ത ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ വറി ചെയ്ത് അതായത് നമ്മൾ ഒബ്സർവ് ചെയ്യണം. ഇതിൽ 3 എണ്ണത്തിൽ നമ്മുടെ സെൽഫ് ഒബ്സർവ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ 3 എണ്ണത്തിലേക്ക് നമ്മുടെ കാര്യങ്ങൾ എഴുതാൻ സാധിക്കുന്നത്. എഴുതി കഴിഞ്ഞിട്ട് നമ്മുടെ സർക്കിൾ ഓഫ് കൺസേണിൽ വരുന്ന കാര്യമാണെങ്കിൽ നമ്മൾ അതെന്ത് ചെയ്യുക, സർക്കിൾ ഓഫ് കൺസേണിലാണ് എന്ന് നമ്മൾ അക്നോളജ് ചെയ്തിട്ട് നമ്മൾ അതിനെ വിട്ട് കളയുക. ഒരിക്കലും ആ സർക്കിൾ ഓഫ് കൺസേണിലുള്ള കാര്യങ്ങളെ കരുതി സ്ട്രെസ് എടുക്കരുത്. കാരണം സ്ട്രെസ് എടുത്തതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല എന്നുള്ള അവയർനെസ് നമുക്ക് വേണം. അപ്പോ നിങ്ങളുടെ ലൈഫില് ജസ്റ്റ് ഒരു 3 കാര്യം, നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്ന കാര്യങ്ങൾ ഇതുപോലെ ഒന്ന് എഴുതാനൊന്ന് ശ്രമിച്ചേ. ഒരു ദിവസത്തെ, ഇന്നത്തെ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കാര്യങ്ങള്, സർക്കിൾ ഓഫ് കൺട്രോളിലുള്ള കാര്യങ്ങള്, സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസിലുള്ളത്, സർക്കിൾ ഓഫ് കൺസേണിലുള്ളത് ജസ്റ്റ് ഒന്ന് എഴുതാൻ ശ്രമിക്കും. നമ്മുടെ ലൈഫിലെ കാര്യങ്ങളായിരിക്കും. നമ്മൾ രാവിലെ എഴുന്നേറ്റത് മുതൽ ഇപ്പൊ വരെയുള്ള കാര്യങ്ങളില് നിങ്ങളുടെ ലൈഫ് അങ്ങനെ ഒന്ന് അനലൈസ് ചെയ്യാൻ സാധിക്കുന്നില്ലേ? അപ്പോ രാവിലെ എഴുന്നേറ്റ് മുതലുള്ള നമ്മുടെ കാര്യങ്ങള്, നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു. അപ്പോ എന്താണ് ഇന്നത്തെ രാവിലത്തെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാം നമ്മുടെ സർക്കിൾ ഓഫ് കൺട്രോളിലായിരിക്കും. ഇനി നമ്മുടെ ഫാമിലിയിലെ നമ്മുടെ കുട്ടികളെ, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ്, അല്ലെങ്കിൽ നമ്മൾ അവരുമായിട്ടുള്ള ടോക്ക് കാര്യങ്ങളൊക്കെ, അതൊക്കെ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇനി ഇന്നത്തെ എന്താണ്, രാവിലെ എഴുന്നേറ്റപ്പോ തന്നെ നല്ല മഴയായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഇന്ന് പുറത്തു പോയി എക്സസൈസ് ചെയ്യാൻ സാധിക്കില്ല. ഞാൻ എക്സസൈസ് ചെയ്യുന്ന ആളാണ്, ഞാൻ രാവിലെ നടക്കാൻ പോകുന്ന ആളാണ്, പക്ഷെ എനിക്കത് പോകാൻ സാധിക്കുന്നില്ല. അപ്പൊ നമുക്ക് എന്താണ്, വേണമെങ്കിൽ മഴക്കോട്ടിട്ട് നടക്കാൻ പോകാം, ഒരു ഓപ്ഷൻ. നെക്സ്റ്റ്, കാരണം നമ്മുടെ സർക്കിൾ ഓഫ് കൺസേണിൽ വരുന്നത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ മഴ ആയതുകൊണ്ട് നമ്മുടെ ഹാബിറ്റ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ എക്സസൈസ് ചെയ്യുക എന്നത് നമ്മുടെ ആവശ്യമാണ്. അപ്പൊ എക്സസൈസ് ചെയ്യാൻ നമുക്ക് നെക്സ്റ്റ് ഓപ്ഷൻ, നമുക്ക് വീടിന്റെ ഉള്ളിൽ തന്നെ ചെറിയ രീതിയിലുള്ള എക്സസൈസ് കാര്യങ്ങള്, അല്ലെങ്കിൽ എന്തെങ്കിലും സൂപ്പർ ഡാൻസ് പോലെ ചെയ്ത് അങ്ങനെ നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ എന്താണ്, ഈ പറഞ്ഞ പോലെ മഴക്കോട്ട് ഇട്ടിട്ട് പോകാം. വീടിന്റെ സൈഡില് മഴ നനയാത്ത ഏരിയ ഉണ്ടെങ്കിൽ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം. നമുക്ക് നെക്സ്റ്റ് ഓപ്ഷനിലേക്ക് പോകാം. സർക്കിൾ ഓഫ് കൺസേൺ നമ്മൾ ഇന്ന് മഴ പെയ്തു, അത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് ട്രാഫിക് ജാം, ഇപ്പൊ എന്താണ്, ആ ട്രാഫിക് ജാം ഉണ്ടാകും എന്നുള്ള ഒരു അവയർനെസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ്, നെക്സ്റ്റ് ഡേ നേരത്തെ ഇറങ്ങി ആ ഒരു കാര്യം നമുക്ക്, അതായത് നമുക്ക് സർക്കിൾ ഓഫ് കൺസേണിൽ വരുന്ന കാര്യം അത് വെച്ച് തന്നെ നമ്മൾ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എന്താണ്, സ്ട്രെസ് കൂടും. നമുക്ക് അതിന്റെ നെക്സ്റ്റ് സൊല്യൂഷൻ നമുക്ക് കൺട്രോൾ, കാരണം അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമ്മൾ അടുത്തതിനുള്ള നെക്സ്റ്റ് ഇത്
അതുപോലെ നമ്മുടെ സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസ് അത് പൂർണ്ണമായിട്ടും നമുക്ക് പറ്റുന്ന കാര്യങ്ങളല്ല. അപ്പോൾ നമ്മുടെ വൈഫിന്റെ, ഹസ്ബൻഡ് ആണെങ്കിൽ വൈഫിന്റെ, അല്ലെങ്കിൽ വൈഫ് ആണെങ്കിൽ ഹസ്ബൻഡിന്റെ ചിന്താരീതികളും അവരുടെ സംസാരവും അല്ലെങ്കിൽ അവരിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നും നമുക്ക് പറഞ്ഞ് മാറ്റങ്ങൾ വരുത്താം എന്നേ ഉള്ളൂ. പക്ഷെ പൂർണ്ണമായിട്ടും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലേക്ക് മാറണം എന്നില്ല. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തിയാൽ മാത്രമാണ് നമുക്ക് അവിടെ ആ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടുവരാൻ സാധിക്കുന്നുള്ളൂ. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ അല്ലെങ്കിൽ നമുക്ക് ഇൻഫ്ലുവൻസ് സാധിക്കില്ല. അപ്പൊ അത് മനസ്സിലാക്കി നമ്മുടെ പോരായ്മ എവിടെയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ മുന്നോട്ട് നീങ്ങാൻ. അതുപോലെ പറഞ്ഞല്ലോ, വൈ മിസ് ഫോക്കസ് ക്രിയേറ്റ് സ്ട്രെസ്. നമ്മള് ഈ ഒരു സർക്കിൾ ഓഫ് കൺട്രോളില് നമുക്ക് പറ്റാത്ത കാര്യങ്ങള്, അതായത് സർക്കിൾ ഓഫ് കൺസേണിൽ നമ്മൾ കൂടുതൽ സ്ട്രെസ് കൊടുക്കുമ്പോൾ നമുക്കത് കൂടുതൽ സ്ട്രെസ് ആകും. അതായത് നമ്മളുടെ കൺട്രോളിലുള്ള കാര്യങ്ങൾക്കായിരിക്കണം നമ്മൾ ഫോക്കസ് കൊടുക്കുന്നത്. നമ്മൾ ഫോക്കസ് കൊടുക്കുന്നത് നമ്മുടെ കൺട്രോൾ ഇല്ലാത്ത കാര്യങ്ങളാവുമ്പോൾ അത് നമ്മളെ കൂടുതൽ സ്ട്രെസ്സിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മുടെ ആ സ്ട്രെസ് അല്ലെങ്കിൽ ജഡ്ജ്മെന്റ് കാര്യങ്ങൾ കൂടുതൽ സഫറിങ്ങിലേക്ക് കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. അതായത് നമ്മുടെ മൈൻഡിൽ ഒരുപാട് തോട്ട്സ് വന്നു. ഈ ഒരു തോട്ട്സ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കലങ്ങിയ വെള്ളം പോലെയാണ് നമ്മുടെ മൈൻഡ്. ആ കലങ്ങിയ വെള്ളം ക്ലിയർ ആക്കാൻ വേണ്ടി വീണ്ടും നമ്മൾ അതിൽ പണിതുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും എന്ത് ചെയ്യില്ല, ആ കലക്ക് മാറില്ല. പകരം നമ്മൾ അതിനെ ഒബ്സർവ് ചെയ്ത് നമ്മൾ ജസ്റ്റ് അതിനെ സ്റ്റില്ലായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ തോട്ട്സ് പയ്യെ പയ്യെ നിന്ന്, അതായത് നമ്മൾ ജസ്റ്റ് ഒബ്സർവ് ചെയ്യുക മാത്രം ചെയ്യുക, അല്ലാതെ അതിനെ ജഡ്ജ് ചെയ്യാനോ അതിന്റെ കൂടുതൽ ക്രിട്ടിസൈസ് ചെയ്യാനൊക്കെ പോയി കഴിയുമ്പോൾ നമുക്കത് കൂടുതൽ സഫറിങ്ങിലേക്ക് വരും. പകരം തന്നെ ആ ഒരു വെള്ളം സെറ്റിലായി മണ്ണൊക്കെ അടിഞ്ഞ് ക്ലിയർ വാട്ടർ ആയിട്ട് മാറും. അപ്പൊ നമുക്ക് നമ്മുടെ ഫോക്കസ് അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ നമുക്ക് സാധിക്കാത്ത കാര്യങ്ങളിലേക്ക് കൺട്രോൾ ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് സ്ട്രെസ് കൂടുതൽ വരുന്നത്. കലങ്ങിയ വെള്ളം എങ്ങനെ തെളിയുന്നത് പോലെ നമ്മുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ അത് പയ്യെ സെറ്റിലായി വന്നിട്ടുണ്ട്. ഒരു ആകാശത്തോളില് ക്ലൗഡ് അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ പോകും പോലെ അവിടുത്തെ വെതർ മാറി മറിയുന്നത് പോലെയാണ് നമ്മുടെ മനസ്സ്. നമ്മുടെ മനസ്സെന്ന് പറഞ്ഞാൽ ആ മൈൻഡ് അത് ആ ഒരു ആകാശം പോലെ സ്റ്റേബിൾ ആയിട്ടുണ്ട്. അവിടെ എന്തൊക്കെ അതിലൂടെ കടന്നു പോകേണ്ടത്, ക്ലൗഡ് ആണോ, മഴ വരുന്നുണ്ടോ, അവിടുത്തെ ആ ഒരു അന്തരീക്ഷം മാറി മറിയാൻ നമുക്ക് എപ്പോഴും സാധിക്കും. പക്ഷെ അവിടെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കാൻ പറ്റുന്ന നമ്മുടെ മൈൻഡിനായിരിക്കും. അപ്പൊ നമ്മൾ കലങ്ങിയ വെള്ളം സെറ്റിൽ ആവാൻ നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് പോലെ നമ്മുടെ മനസ്സിനെയും ശാന്തമാക്കി നമ്മൾ മാറ്റുക ആണ് ചെയ്യേണ്ടത്. അപ്പോ ഇതിനൊന്ന് ആൻസർ ജസ്റ്റ് നിങ്ങളൊന്ന് ചെയ്യുക. വാട്ട് ക്യാൻ ഐ കൺട്രോൾ റൈറ്റ് നൗ? എന്റെ ജീവിതത്തിൽ എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ സാധിക്കും? നമ്മുടെ ലൈഫിനെ വെച്ചിട്ട് എഴുതണേ. മീൻസ് എന്റെ തോട്ട് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് തന്നെ അറിയായിരിക്കും. നമ്മൾ ഇപ്പൊ ഈ ക്ലാസ് കേട്ടോണ്ടിരുന്നപ്പോ നിങ്ങൾ തന്നെ ഒന്ന് നിങ്ങളെ ഒബ്സർവ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ നിങ്ങളെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന നിങ്ങളുടെ ഒരു തോട്ട് കാര്യങ്ങള് അതെങ്ങനെ കൺട്രോൾ, അതാണ് ഇതിൽ ഉദ്ദേശിച്ചത്. വാട്ട് ക്യാൻ ഐ കൺട്രോൾ റൈറ്റ് നൗ? എനിക്കിപ്പോ നിങ്ങളുടെ ലൈഫിനെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു കാര്യം എനിക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു ആൻസറിലേക്ക് നിങ്ങൾക്ക് ഈ ഒരു 1 hour കൊണ്ട് എത്താൻ സാധിച്ചിട്ടുണ്ടാവും. നമ്മൾ ക്ലാസ് ഇങ്ങനെ പോകുമ്പോൾ നിങ്ങളുടെ ലൈഫിനെ വെച്ചിട്ട് വേണം നിങ്ങൾ ഈ ക്ലാസ് കേൾക്കുക. കാരണം ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള തോട്ട്സ്, കാര്യങ്ങള്, ഇമോഷൻസ് ഒക്കെ ആയിരിക്കും നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിങ്ങൾ അത് ഒബ്സർവ് ചെയ്യുക. ഒബ്സർവ് ചെയ്തിട്ട് എന്റെ ലൈഫില് എനിക്ക് ചേഞ്ച് വരുത്താൻ, കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു തോട്ട് അല്ലെങ്കിൽ ഒരു ഇമോഷൻ എഴുതുക. ആ ഒരു നെഗറ്റീവ് തോട്ട് അല്ലെങ്കിൽ നെഗറ്റീവ് ഇമോഷൻസ് ആയിരിക്കും ചിലപ്പോൾ നമ്മുടെ എനർജി. വേർ ഷുഡ് മൈ എനർജി ഗോ? ഈ ഒരു കാര്യമാണ് എന്നെ എപ്പോഴും ഡൗൺ ആക്കുന്നത്. എന്റെ എനർജി എപ്പോഴും നശിപ്പിക്കുന്ന എങ്ങോട്ടാണ് എന്റെ എനർജി പോകുന്നത്? മീൻസ്
നമ്മുടെ ലൈഫിൽ ഏതോ ഒരു പ്രശ്നം നമ്മളെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടാവും. ആ ഒരു പ്രശ്നമായിരിക്കാം നമ്മളുടെ എനർജി നഷ്ടപ്പെടുന്നത്. എങ്ങോട്ടാണ് നമ്മുടെ എനർജി പോകുന്നത്? ആ ഒരു പ്രശ്നത്തിന് നമുക്ക് എന്ത് ആക്ഷൻ എടുക്കാൻ പറ്റും? നിങ്ങളുടെ ലൈഫ് അനലൈസ് ചെയ്തിട്ട് എഴുതേണ്ട ആൻസർ ആണ്. എന്റെ ലൈഫിൽ എനിക്ക് എന്താണ് ഒരു ചേഞ്ചസ് വരുത്തേണ്ടത്? എന്ത് ചേഞ്ച്, എവിടെയാണ് എന്റെ എനർജി നഷ്ടപ്പെട്ടു പോകുന്നത്? ആ എനർജി നഷ്ടപ്പെടുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് എടുക്കാവുന്ന ഒരു ആക്ഷൻ എന്താണ്? കൂടുതലും നമ്മുടെ സർക്കിൾ ഓഫ് കൺട്രോൾ അല്ലാത്ത കാര്യങ്ങളിൽ വരുമ്പോഴായിരിക്കും, അവിടെയായിരിക്കും നമ്മുടെ എനർജി നഷ്ടപ്പെട്ടു പോകുന്നത്. അപ്പോ എന്താണ് ചേഞ്ചസ് വരുത്തേണ്ടത്? അതിന് എന്ത് ആക്ഷൻ നമുക്ക് എടുക്കാൻ സാധിക്കും? ആൻസർ ചെയ്യാൻ സാധിച്ചോ? പ്രകാശ് സാറെ, ആൻസർ ചെയ്യാൻ സാധിച്ചോ? എന്തെങ്കിലും നിങ്ങൾക്ക് സപ്പോർട്ടിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ലൈഫിലെ ഒരു ഇഷ്യൂസിന് ഇതുപോലെ ഒരു ആൻസർ കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ഒരു സപ്പോർട്ടിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ്. നിങ്ങളുടെ പേഴ്സണൽ ആൻസേഴ്സ് ആണ് ഇതിന് എഴുതാൻ പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ല, ഈ ഒരു ക്വസ്റ്റ്യന് ലൈഫ് വെച്ചിട്ട് ആൻസർ എഴുതാൻ പറ്റുന്നില്ല എങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. എല്ലാവരും ഓക്കെ ആണോ? എനിക്കൊരു പ്രശ്നമുണ്ട്. കൊച്ചുറാണി മാം ചോദിച്ചോളൂ. അത് വാടകക്കാരെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നമാണ്. ഒന്നുകൂടെ പറയാവോ മാം? ക്ലിയർ ആയില്ല. എനിക്ക് വാടകയ്ക്ക് ഒരു സ്ഥലം കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അവിടെ ഒരു കട നടത്തുകയാണ്. അപ്പോ അവിടെ വേറൊരു ഫാമിലി താമസിക്കുന്നുണ്ട്. അപ്പോ അവിടെ ഒരാൾ വന്ന് പ്രശ്നം ഉണ്ടാക്കി. അന്ന് ഗേറ്റ് തുറന്നു കിടന്നത് കൊണ്ട് ഒരാൾ വന്ന് കള്ളു പിടിച്ചത് വഴി വന്ന് പ്രശ്നം ഉണ്ടാക്കി. അപ്പോ ഗേറ്റ് അടയ്ക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഗേറ്റ് അടച്ചു കൊടുത്തു. അപ്പോ അവിടെ താമസിക്കുന്ന ആള് വന്ന് ചെയിൻ ഇട്ടത് പൂട്ടാനും തുടങ്ങി. പക്ഷെ അവിടെ വേറൊരാളവിടെ റേഷൻ കട നടത്തുന്നുണ്ട്. ആ പുള്ളി ഒരു ദിവസം ഇവരുടെ ഇത് വാങ്ങിയിട്ട് അയാൾ പോവുകയാണ്. ഈ താക്കോലിട്ട് എന്നും പൂട്ടി വെക്കുന്നയാള് വേറൊരു സ്ഥലത്തേക്ക് പോകേണ്ടി വരുന്നു. അങ്ങനെ പോയി തിരിച്ചു വന്നപ്പോ ഈ റേഷൻ കട നടത്തിയ ആള് താഴെ താക്കോല് മാത്രം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ചെയിൻ അവിടെ തൂക്കിയിട്ടത് കാണുന്നില്ല, അത് ഇങ്ങനെ സംഭവിക്കുന്ന എനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവര് മാറി നിൽക്കുകയാണ്. അപ്പോ ഈ ചെയിനും താക്കോലും താഴും കൊടുത്തയാള് പറഞ്ഞു, എനിക്ക് ആ ചെയിൻ വേണം, താക്കോല് മാത്രം ഇട്ടാ പൂട്ടാൻ പറ്റില്ലല്ലോ, ചെയിൻ വാങ്ങിച്ചതാ എന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞു അത് ഞാൻ അറിഞ്ഞില്ല, ഇങ്ങനെ സംഭവിക്കുന്നത് എനിക്കറിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവര് തമ്മിലുള്ള തർക്കമാണ്. അപ്പോ ഞാൻ പറഞ്ഞു, ഒരു സാധനം വാങ്ങിയാൽ അത് തിരിച്ചു കൊടുക്കേണ്ടത് നിങ്ങളുടെ കടമയല്ലേ, നിങ്ങളത് കൊടുക്ക്. അപ്പൊ അവര് പറഞ്ഞു, അങ്ങനൊന്നും പറഞ്ഞാൽ പറ്റില്ല, എനിക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു തർക്കമുണ്ട് ഇപ്പോ എൻ്റെ ഇടയില്. അപ്പൊ ഞാനിത് ഇങ്ങനെയുള്ള ആൾക്കാരോട് വേണ്ട എന്നാണ് എന്റെ സ്റ്റാൻഡ്. കുച്ചുറാണി മാം ചോദിച്ച ക്വസ്റ്റ്യൻ ക്ലിയർ ആയി. നമ്മൾ അതിന് ചെയ്യാവുന്നത് ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഈ നടന്ന കാര്യങ്ങളെ എല്ലാം ഈ പറഞ്ഞ 3 കാര്യത്തിലേക്ക് എഴുതുക. എഴുതിയിട്ട് കൊച്ചുറാണി മാമിന് അതില് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഏരിയ ഉണ്ട്. മാമിന് സംസാരിച്ച് അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അവരെ കൺവിൻസ് ചെയ്യാൻ സാധിക്കും. അവിടെയാണ് സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസ്. അവിടെ കമ്മ്യൂണിക്കേഷൻ ആണ് വേണ്ടത്. അത് മാമിന് പ്രോപ്പറായിട്ട് നടത്താൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്ത് ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ സാധിക്കും. ഇനി മാമിന് പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ അവിടെയുണ്ട്. അത് നമ്മുടെ സർക്കിൾ ഓഫ് കൺസേണിൽ എഴുതി വെക്കുകയാണ്. ആ ഒരു കാര്യത്തിൽ വരുന്ന കാര്യങ്ങളാണ് വരുന്നതെങ്കിൽ മാം എന്ത് ചെയ്യുക, അത് ലീവ് ചെയ്യുക. കാരണം അതിനെ കുറിച്ച് നമ്മൾ വറി ചെയ്തിട്ട് മൂന്നാമത്തെ ഇതിൽ വരുന്നത് കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. അതായത് എനിക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നില്ല. തേർഡിലാണ് വരുന്നത്. എനിക്ക് അവിടെ പറ്റുന്നില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ നെക്സ്റ്റ് അതിനുള്ള
കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഇപ്പൊ പറഞ്ഞില്ലേ, മഴ എനിക്ക് മാറ്റാൻ പറ്റില്ല. എനിക്ക് മാറ്റാൻ പറ്റുന്നത് എന്താണ്? അതെന്റെ കൺട്രോളല്ല. വെതർ എനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, ഞാൻ നെക്സ്റ്റ് എടുത്തു. ഒന്നല്ലെങ്കിൽ വീട്ടിൽ സൂംബ ചെയ്ത് എന്റെ എക്സസൈസ് നടത്തുക, അല്ലെങ്കിൽ റെയിൻകോട്ട് ഇട്ട് ഞാൻ പുറത്തു പോവുക. അല്ലാതെ ആ മഴേനെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ ഒരു ഇൻസിഡന്റിനെ കുറിച്ചിട്ടുള്ള മാമിന്റെ കൺട്രോളിലുള്ള കാര്യങ്ങൾ എഴുതുക, ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എഴുതുക, മൂന്നാമത്തെ ക്വാഡ്രന്റിൽ എഴുതുക. മൂന്നാമത്തെ ക്വാഡ്രന്റിലാണെങ്കിൽ മാക്സിമം വേണമെങ്കിൽ അവിടെ ആ ഒരു പ്രശ്നം ഇഷ്യൂ എന്താണ് മാമിന്റെ ഉദ്ദേശം എന്നത് വെറുതെ മൈൻഡിൽ ചിന്തിക്കുകയല്ല വേണ്ടത്, കറക്റ്റ് എഴുതണം. കാരണം എഴുതേണ്ടത് എന്താന്ന് വെച്ചാൽ നമുക്ക് ക്ലിയർ ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ്. നമ്മൾ മനസ്സിൽ ചിന്തിക്കുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും ബെറ്റർ, ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ജസ്റ്റ് നമ്മുടെ ചോയ്സുകൾ, ബെറ്റർ ചോയ്സുകൾ എഴുതുക. എന്നിട്ട് അതിന്റെ പോസിറ്റീവ് നെഗറ്റീവ് നോക്കുക. അതിൽ ഏറ്റവും പോസിറ്റീവായിട്ട് വരുന്ന ആൻസർ ഏതാ അത് നമ്മൾ ചൂസ് ചെയ്യുക. ദെൻ ചൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് അതിന് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ ഒന്നൊന്നും ചിന്തിക്കരുത്. ഈ ഒരു മൊമെന്റിൽ നമ്മൾ എടുക്കുന്ന തീരുമാനം ആ ഒരു മൊമെന്റിൽ റൈറ്റ് ആണ്. പിന്നീട് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അന്നെടുത്ത തീരുമാനം തെറ്റായി പോയി എന്ന്. പക്ഷെ അന്നെടുത്ത തീരുമാനം തെറ്റായി പോയി എന്ന് നമ്മൾ പറയുന്ന അന്നല്ല, ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം 3 ദിവസത്തിന് ശേഷം പറയുമ്പോൾ ആ ദിവസം കടന്നുപോയി, പുതിയ എക്സ്പീരിയൻസ് ഉണ്ടായി, പുതിയ നോളജ് കിട്ടി. നമ്മൾ അന്നുള്ള നമ്മളല്ല ഇന്ന്. അപ്പോഴാണ് നമുക്ക് ആ പലരും പറയുന്നതാണ്, ഞാൻ അന്നെടുത്ത തീരുമാനം തെറ്റായി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ അന്നെടുത്ത തീരുമാനം ആ എടുക്കുന്ന സമയത്ത് റൈറ്റ് ആണ്. കാരണം നമ്മൾ നോക്കി കറക്റ്റ് ആയിട്ട് ചെയ്തതാണ്. പിന്നീട് നമ്മൾ ഒരിക്കലും അത് ഈ പറഞ്ഞ പോലെ നമ്മൾ അതിനെ എന്താണ് സർക്കിൾ ഓഫ് കൺസേണിൽ വിടുന്നത് പോലെ പിന്നെ അതേക്കുറിച്ച് ചിന്തിക്കരുത്. കാരണം എന്താണ്, ആ സമയത്ത് ഉള്ള നോളജ് വെച്ചിട്ടെടുത്ത ഏറ്റവും ശരിയായ തീരുമാനമാണ്. പിന്നീട് സമയം മാറുന്നതിനനുസരിച്ച് നമ്മുടെ എക്സ്പീരിയൻസ് മാറുന്നു, നമ്മുടെ എല്ലാ കാര്യത്തിലും മാറ്റം വരുന്നു. ആ പിന്നീടുണ്ടായ ടൈമിംഗ് ആണ് ആ സംഭവം അന്നെടുത്തപ്പോ തെറ്റാണ് എന്നുള്ള ഒരു തോട്ടിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. ഒരിക്കലും എടുക്കുന്ന സമയത്ത് അതാണ് ഏറ്റവും റൈറ്റ് ആയിട്ടുള്ള. പിന്നീട് നമുക്ക് മാറ്റം ഫീൽ ചെയ്യുന്നതിന് റീസൺ എന്താണ്? കൂടുതൽ എക്സ്പീരിയൻസ് വന്നു, കൂടുതൽ ടൈം മാറി, നമ്മുടെ മെന്റൽ സ്റ്റേറ്റ് മാറി, എല്ലാം മാറിയിട്ടുണ്ടാവും. ആ ഒരു സ്റ്റേറ്റ് ഒന്നും മാറാതെ അവിടെ നിൽക്കുമ്പോഴാണ് ആ ഒരു സമയത്തെ വെച്ചിട്ട് ഇനി ആ ഒരു സമയത്ത് നമ്മൾ ഇമോഷണലി എന്താണ് ബാലൻസ്ഡ് അല്ലെങ്കിൽ ജസ്റ്റ് കുറച്ചു നേരം ലീവ് ചെയ്യുക. ഇമോഷണലി ബാലൻസ് ആയ ശേഷം മാത്രം ഒരു ഇഷ്യൂ നടന്ന് ആ ഇമോഷനോട് കൂടി നമ്മൾ അതിന് തീരുമാനം എടുക്കാൻ നിൽക്കാതിരിക്കുക. നമ്മൾ അവിടെ നിന്ന് മാറി മൈൻഡ് ഒന്ന് റിലാക്സ് ആകുക. ജസ്റ്റ് ഒരു മെഡിറ്റേഷൻ ഒക്കെ ചെയ്തിട്ട് ഇതുപോലെ റൈറ്റ് ആയിട്ടും റോങ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതി അതിന് പ്രോപ്പർ ആൻസർ കണ്ടുപിടിച്ചിട്ട് ആ കിട്ടിയ ആൻസർ വെച്ചിട്ട് മുമ്പോട്ട് പോകുന്നതായിരിക്കും ബെറ്റർ. ക്ലിയർ ആയി എന്ന് കരുതുന്നു. അപ്പൊ മാം തന്നെ ഈ ഒരു കാര്യം ചെയ്തു നോക്കാം. 3 ഇതിലേക്ക് എഴുതുക. അതുപോലെ ഓപ്ഷൻസ് 1ഉം 2ഉം എന്നും പറഞ്ഞ് ബെറ്റർ ഓപ്ഷൻസ് എഴുതുക. അതിൽ മാം തന്നെ ടിക്ക് ചെയ്തിട്ട് ഇതിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണെന്ന് അത് ചൂസ് ചെയ്യുക. ചൂസ് ചെയ്ത് കഴിഞ്ഞ് ഫൈനലൈസ് ചെയ്യുക. പിന്നീട് അതേക്കുറിച്ച് റീതിങ്കിന്റെ ആവശ്യമില്ല. ആ സമയത്ത് നമ്മളുടെ ഉള്ള നോളജും എക്സ്പീരിയൻസും വെച്ച് ആ ഒരു കാര്യമാണ് ബെറ്റർ ആൻസർ. താങ്ക് യു മാം. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. കൺസേൺ വെച്ച് എടുക്കുന്നതാണ് എനിക്കൊരു പ്രശ്നം വരുന്നത്. ചർച്ച ചെയ്ത കാര്യങ്ങളെ കുറിച്ച് ഒരു അല്ല, സർക്കിൾ ഓഫ് കൺസേണിൽ വരുന്ന ഒരു കാര്യം നമ്മൾ പിന്നെ നോക്കിയിട്ട് യാതൊരു കാര്യമല്ല. സർക്കിൾ ഓഫ് കൺസേൺ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആ ഒരു റിയാലിറ്റി നമ്മൾ അക്സെപ്റ്റ് ചെയ്യാതെ യാതൊരു കാര്യവുമില്ല. കാരണം ആ സർക്കിൾ ഓഫ് കൺസേണിൽ നമ്മൾ എന്തിനാ വേണ്ടിയിട്ടാണ് അതിൽ എഴുതുന്നത്? നമുക്ക് ഈ ഒരു റിയാലിറ്റി മനസ്സിലാക്കാൻ. ഈ മൂന്നാമത്തേതാണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ, നമ്മൾ അവെയർ ആയി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഓൾറെഡി പറയുന്നുണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു ഏരിയയാണ് സർക്കിൾ ഓഫ് കൺസേൺ. അപ്പൊ നമ്മള് അവിടെ യുദ്ധം നടന്നു, ഒത്തിരി പേരുടെ ജീവനും കാര്യങ്ങളൊക്കെ നശിച്ചു. അതൊക്കെ ഒരാളുടെ ജീവന്റെ വില എന്ന് പറയുന്നത് നമുക്കറിയാലോ. നമുക്ക് ഇവിടെ ഇരുന്ന് എന്താണ് ഇങ്ങനെ പറയാനല്ലാതെ, അതുകൊണ്ട് നമുക്ക് ആ ഒരു സങ്കടപ്പെടുന്നതല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരാളുടെ ജീവൻ അത്രയും വലുതാണ്. പക്ഷെ അതിനു വേണ്ടിയിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയായി പോകും. അവിടെ നമ്മൾ വറി ചെയ്തിട്ട് കാര്യമില്ല. അത് നമ്മൾ ലീവ് ചെയ്യുക തന്നെയാണ് നടക്കുള്ളൂ. അല്ലാതെ ആ ഒരു ഇതിലാണ് അത് എന്തിനു വേണ്ടി നമ്മൾ മൂന്നാമത്തെ ക്വാഡ്രന്റിൽ എഴുതുന്നത്? നമുക്ക് അവെയർ ആവുക, ഇത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള അവയർനെസ് കിട്ടാൻ വേണ്ടി മാത്രം ആണ് നമ്മൾ അത് കറക്റ്റ് ആയിട്ട് എഴുതുന്നത്. ചെയ്യാൻ പറ്റുന്നത് എന്താന്ന് വെച്ചാൽ അവര് ഇനി അവിടെ നടത്താൻ പറ്റില്ല, റേഷൻ കട അവിടെ നടത്താൻ പറ്റില്ല,
എന്ന് പറയലാണ് എന്റെ തീരുമാനം. അങ്ങനെയാണ് ഞാൻ അത് മനസ്സിൽ അപ്പൊ അത് ശരിക്കും പറയുന്നത് ഏത് ക്വാഡ്രന്റില, കൺസേണിലല്ല, അത് മാമിന്റെ സർക്കിൾ ഓഫ് കൺട്രോളിലാണ്. കാരണം മാമിന്റെ പ്രോപ്പർട്ടിയാണ്. മാമിന് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഇതുണ്ട്. ആ സ്ഥലത്ത് എന്ത് സംഭവം നടത്തണം എന്നുള്ള കൺട്രോൾ മാമിനുണ്ട്. ഇത് സർക്കിൾ ഓഫ് ഉണ്ട്. കൺസേണിൽ വരുന്ന സംഭവമല്ല. സർക്കിൾ ഓഫ് കൺസേണിലാണെങ്കിൽ മാമിന് ചെയ്യാനുള്ള ഒരു ഇതില്ല. ഇത് മാമിന്റെ പ്രോപ്പർട്ടി ആയതുകൊണ്ട് ഇപ്പൊ ഞാൻ ഇവിടെ ഇരുന്ന് തീരുമാനിക്കുകയാണ് ആ പ്രോപ്പർട്ടിയിൽ എന്ത് ചെയ്യണത്. അവിടെ വരുമ്പോഴാണ് അതെന്താ മാറി വരുന്നത്, സർക്കിൾ ഓഫ് കൺസേൺ ആയിട്ട് വരുന്നത്. അപ്പൊ നിങ്ങളുടെ ഇപ്പൊ ചെയ്ത ഈ ആക്ടിവിറ്റി ഇങ്ങനെയാണ്. 3 സർക്കിൾ വരയ്ക്കുക, എന്നിട്ട് എന്താ നമ്മുടെ വറീസ് സോർട്ട് ചെയ്യുക, എന്നിട്ട് നമ്മുടെ സർക്കിൾ ഓഫ് കൺട്രോളിലും ആണ് നമ്മൾ ആക്ട് ചെയ്യേണ്ടത്. ബാക്കിയുള്ളത് നമുക്ക് റിലീസ് ദ റെസ്റ്റ്. മറ്റേ സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസ് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്നേ ഉള്ളൂ, അത് പ്രോപ്പർ ആവണം എന്നില്ല. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഏത് രീതിയിലാണ് അവരത് അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളതിന് യാതൊരു എന്താണ് ഉറപ്പും പറയാൻ സാധിക്കില്ല. അതാണ് അങ്ങനെ ഒരു ഇതിൽ ഞാൻ നിൽക്കുകയാണ്. എന്റെ സ്റ്റാൻഡ് ഇതാണ് എന്നുള്ളതിൽ നിൽക്കുന്നു. പക്ഷെ അവരെന്ത് പറയും ചർച്ചയ്ക്കാൻ വെച്ചിട്ടില്ല, സംസാരിക്കാൻ നിന്നിട്ടില്ല. ഒരിക്കൽ സംസാരിച്ചു, പക്ഷെ അവരുടെ പൊസിഷനിൽ നിന്ന് ഒരു മാറ്റവും വരുത്താൻ അവർ തയ്യാറല്ല. അങ്ങനെ ഇരിക്കെ അവരുടെ ഹസ്ബൻഡ് മരിച്ചുപോയി. അപ്പൊ പിന്നെ ഞാൻ കൂടുതൽ സംസാരിച്ചില്ല. ഇപ്പൊ 2 മാസം കഴിഞ്ഞു. അപ്പൊ ഇനി ആക്ഷൻ എടുക്കണം. അപ്പൊ ഞാൻ ആക്ഷൻ എടുക്കുന്നത് ഇങ്ങനെ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷെ അപ്പൊ മാമിന് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ കറണ്ട് തോട്ട്സും കാര്യങ്ങളും വെച്ച് ഒരു ഫൈനൽ സൊല്യൂഷനിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അത് ചെയ്യുക. ഒരിക്കലും പിന്നീട് ഞാൻ പറഞ്ഞില്ല, ഈ 2-3 മാസങ്ങൾക്ക് ശേഷം ഇതേക്കുറിച്ച് റീതിങ്ക് ചെയ്യരുത്. കാരണം 2-3 മാസം കഴിയുമ്പോൾ മാമിന്റെ ഈ കറണ്ട് സ്റ്റേറ്റ് അല്ല. കാരണം മാം വീണ്ടും ഞാൻ ഈ ക്ലാസ്സിൽ തന്നെ റിപ്പീറ്റേഴ്സ് ഉണ്ട്. അവര് പറയാറുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം മാം പറഞ്ഞ രീതിയിലല്ലല്ലോ ഈ പ്രാവശ്യം ക്ലാസ് എടുക്കുന്നത്. ടോപ്പിക് ഒന്നാണ്, എടുക്കുന്ന രീതി ഒന്നാണ്, നമ്മൾ ടെക്സ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടാണ് എടുക്കുന്നത്, അതിൽ എഴുതുന്ന കണ്ടന്റും സെയിം ആണ്. പക്ഷെ ഞാൻ പ്രസന്റ് ചെയ്യുന്ന രീതിക്ക് മാറ്റം വരുന്നു. എന്താണ്, 1 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ പുതിയ ഇൻഫർമേഷൻ, പുതിയ നോളജും ഞാൻ പറയുന്ന എന്റെ വാക്കുകളിൽ വരുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോ എടുക്കുന്ന തീരുമാനം ആ സമയത്ത് നമുക്ക് അത്രയും നോളജും കാര്യങ്ങളും ഉള്ളൂ. അത് വെച്ചിട്ടുള്ള ഒരു ഡിസിഷൻ ആണ് എടുത്തത്. 2 മാസം കഴിയുമ്പോൾ ഡിസിഷനിൽ ചേഞ്ചസ് വരുന്നത് അത് ആ സമയത്ത് എടുത്ത ഡിസിഷൻ തെറ്റായിട്ടല്ല. കാരണം വീണ്ടും പുതിയ നോളജ് കിട്ടിയപ്പോൾ അതിൽ വെച്ചിട്ടാണ് നമ്മൾ പുതിയ ഡിസിഷൻസ് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ എന്താണ്, അവയർനെസ് പ്ലസ് കൺട്രോൾ ആണ് നമ്മുടെ ഇമോഷണൽ ക്ലാരിറ്റി ആൻഡ് ഇന്നർ സ്റ്റെബിലിറ്റി. നമ്മൾ ആദ്യം സെൽഫ് ഒബ്സർവ് ചെയ്ത് അവയറായി നമ്മൾ അതിനെ കറക്റ്റ് കൺട്രോൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇമോഷണൽ ക്ലാരിറ്റിയും ഇന്നർ സ്റ്റെബിലിറ്റിയും. മാമിന്റെ കാര്യത്തിലാണെങ്കിൽ ഈ ഓരോ കാര്യങ്ങളെ കുറിച്ച് കറക്റ്റ് ഒരു അവയർനെസ്സും കാര്യങ്ങളും ഉണ്ട്. അപ്പൊ അതില് എല്ലാ കാര്യങ്ങളും മാമിന്റെ ഇമോഷൻ എന്താണ് ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്തിട്ട് ആ രീതിയിൽ ഇമോഷണലി സ്റ്റേബിൾ ആയിരിക്കുന്ന സമയത്ത് ഒരു പ്രോപ്പർ ഡിസിഷൻ എടുക്കുക. ഒന്ന് നമ്മള് സെൽഫ് ഒബ്സർവേഷന്റെ പ്രാധാന്യം, നമ്മളെ ഒബ്സർവ് ചെയ്തിട്ട് നമ്മുടെ കാര്യങ്ങളെ 3 സർക്കിളിന്റെ ഉള്ളിലാക്കി അതിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ കാര്യത്തിൽ ഊന്നി നിൽക്കുക എന്ന ഒരു ഔട്ട്പുട്ടാണ് കിട്ടിയത്. ഈ ഒരു കാര്യം നമ്മുടെ ഇമോഷണലി സ്റ്റേബിൾ ആവുന്നതിന് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. ഇന്നത്തെ ക്ലാസ് ഇപ്പൊ നമ്മുടെ 3ാമത്തെ ക്ലാസ് ആയിട്ടുള്ളൂ. നമുക്ക് ഓരോ ക്ലാസ്സിലൂടെ പോകുമ്പോഴും ഇനിയിപ്പോ ഇപ്പൊ മാം പറഞ്ഞതിൽ പോസിറ്റീവ് നെഗറ്റീവ് പ്ലസ് ഓർ മൈനസ് ഒരു ഡിസിഷൻ ശരിയാണോ തെറ്റാണോ അതെടുക്കാനുള്ള ജേർണലിംഗ് ടെക്നിക്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ വരും ക്ലാസ്സുകളിൽ ഉണ്ടായിരിക്കുന്നതാണ്. നമ്മുടെ ക്ലാസ് ജസ്റ്റ് 3 ക്ലാസ്സിൽ എത്തിയിട്ടുള്ളൂ. ഓരോ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്തോറും നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷൻസിനെ അലൈൻ ചെയ്ത് അതിനെ കൺട്രോൾ ചെയ്യാതെ അതിനെ നമ്മൾക്ക് വരുന്ന സ്ട്രഗിൾസിനെയൊക്കെ നല്ല രീതിയിൽ അതിനെ ഓവർകം ചെയ്ത് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. താങ്ക് യു വെരി മച്ച്. ഓവർ ടു യു അനുപമ സർ. താങ്ക് യു ഷബാസ് മാം. വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു. നമ്മുടെ ടോപ്പിക്ക് തന്നെ എന്തായിരുന്നു, സെൽഫ് ഒബ്സർവേഷൻ. അപ്പൊ അതൊരു നല്ലൊരു ടോപ്പിക്ക് തന്നെയാണ്. കാരണം നമ്മളെ മറന്നുപോകുന്ന ഒരുപാട് അവസരങ്ങളുണ്ട്. നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്, നമ്മളെക്കുറിച്ച് ചിന്തിക്കാതെ നമ്മുടെ ചിന്തകളുടെ പുറകെ. അപ്പൊ ഇവിടെ അവയർനെസ് ഇതെല്ലാം കൊണ്ടുവരുമ്പോൾ വളരെ വലിയ മാറ്റങ്ങൾ വരുന്നു. എനിക്കിഷ്ടപ്പെട്ട 3 ടോപ്പിക്ക് തന്നെ വന്നു. സർക്കിൾ ഓഫ് കൺട്രോൾ,
സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസ്, അല്ലേ? ആ 3 ടോപ്പിക്കിലൂടെ കടന്നുപോയപ്പോൾ നമുക്ക് ഏത് വിഷയം വന്നാലും ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ പെടുത്താം നമുക്ക്. എന്താ സർക്കിൾ ഓഫ് കൺസേൺ എന്ന് പറഞ്ഞാൽ എന്താ? അവർ പാസ്റ്റ്, ഇന്നലെ നടന്ന കാര്യങ്ങളെ കുറിച്ച് യാതൊരു കൺട്രോളും ഇല്ല. അതിനെ നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റില്ല, ഇല്ലാതാക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ചിന്തകളെ ഒന്ന് കറക്റ്റ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം? അതിൽ നിന്ന് പാഠങ്ങൾ പഠിക്കാം. ഞാൻ അതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മളൊരു കാർ യാത്ര പോലെയാണ്. കാർ യാത്ര ചെയ്യുമ്പോൾ വിശാലമായ ഒരു ഫ്രണ്ട് ഇതുണ്ടാവുമല്ലോ, അല്ലേ വിമൽ സാറേ? ബാക്കിൽ 2 മിറർ ഉണ്ടാവും. കാറിലാകുമ്പോൾ 3 മിറർ ബാക്കിലേക്ക് കാണും, അല്ലേ? ശരിയല്ലേ? അതെ അതെ അതെ. അപ്പൊ നമ്മൾ എപ്പോഴും ഫ്രണ്ട് വ്യൂ ആയിരിക്കും കൂടുതൽ കാണുന്നത്. ഇടക്കിടക്ക് മാത്രം ലെഫ്റ്റും റൈറ്റും മിറർ നോക്കും. കാരണം പാസ്റ്റിൽ നിന്ന് നമ്മൾ പാഠങ്ങൾ ഉൾക്കൊള്ളുകയാണ്. പുറകോട്ട് നോക്കിക്കൊണ്ട് നമുക്ക് ഒരിക്കലും നമ്മുടെ വാഹനം കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ ഒരുപാട് ലെസൺസ് നമുക്ക് കിട്ടുന്നു. എനിക്കിഷ്ടപ്പെട്ട മറ്റു 3 കാര്യങ്ങൾ, ആ 3 ചോദ്യങ്ങൾ. വാട്ട് ക്യാൻ ഐ കൺട്രോൾ റൈറ്റ് നൗ? വാട്ട് ക്യാൻ ഐ കൺട്രോൾ എന്നല്ല, വാട്ട് ക്യാൻ ഐ കൺട്രോൾ റൈറ്റ് നൗ, ഇപ്പോൾ. ഇനി വാട്ട് ഷുഡ് മൈ എനർജി ഗോ? അല്ല, വാട്ട് ഷുഡ് മൈ എനർജി. പിന്നെ അടുത്ത വാട്ട് എ സ്മാൾ ആക്ഷൻ ക്യാൻ ഐ ടേക്ക്? കാരണം ഒരു ചെറിയൊരു സ്റ്റെപ്പ് നമുക്ക് എടുക്കാൻ പറ്റുമോ? യെസ്, നമ്മൾ പറയല്ലേ 1 മൈൽ യാത്ര തുടങ്ങുന്നത് ഒരു ചെറിയ സ്റ്റെപ്പിലൂടെയാണ്. അപ്പൊ നമ്മൾക്ക് വരുന്ന ഇപ്പൊ കൊച്ചുറാണി മാം പറഞ്ഞ പോലെ തന്നെ ആ ഒരു സംഭവത്തിന്മേൽ വാട്ട് സ്മാൾ സ്റ്റെപ്പ്, വാട്ട് സ്മാൾ ആക്ഷൻ ക്യാൻ ഐ ടേക്ക്? എനിക്ക് എടുക്കാൻ കഴിയുമോ? യെസ്, അവിടെയാണ് നമ്മൾക്ക് അതിനെന്താ സർക്കിൾ ഓഫ് കൺട്രോളിലേക്ക് കൊണ്ടുവരുന്നു. അപ്പൊ ഞാൻ കൂടുതൽ ദീർപ്പിക്കുന്നില്ല, പെട്ടെന്ന് തന്നെ ഒരു 5 മിനിറ്റ് കൊണ്ട് ഒരു ചെറിയൊരു കഥ പറയാം. അറിയൂ റെഡി? വിമൽ സാർ ഓക്കെയാണോ? ഓക്കെ. ഒരു ട്രെയിൻ യാത്രയാണ്. അച്ഛനും മോളും വളരെ സന്തോഷത്തിലാണ്. നമുക്ക് ട്രെയിനിന്റെ സൈഡ് സീറ്റിലാണ് അവർക്ക് യാത്ര ചെയ്യാൻ പറ്റിയത്. ഒരുപാട് യാത്രക്കാരുണ്ട്, എല്ലാവരും വെൽ സെറ്റപ്പാണ്. അവരുടെ ഡ്രസ്സ് കാണുമ്പോൾ അറിയാം. ആ യാത്രയിൽ ഇങ്ങനെ പോകുമ്പോൾ മോൾ ഇടയ്ക്ക് ഇങ്ങനെ വിളിച്ചു പറയും, അച്ഛാ, ഇലക്ട്രിക് പോസ്റ്റ് പുറകിലേക്ക് പോകുന്നു. പിന്നെയും വിളിച്ചു പറയും, അച്ഛാ, വേറൊരു ട്രെയിൻ ഇങ്ങനെ പുറകിലേക്ക് പോകുന്നു. അപ്പൊ ആദ്യം അത്ര വലിയ ശ്രദ്ധിച്ചില്ല, പക്ഷെ മറ്റു യാത്രക്കാർക്ക് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നി. ആരും ഒന്നും പറയുന്നില്ല. പിന്നെയും ആ മോൾ ഒച്ച ഇങ്ങനെ പറയുന്നു, അച്ഛാ, നോക്കിയേ, ആ മരങ്ങൾ പുറകിലേക്ക് പോകുന്നു. അവസാനം സഹിയിട്ട് ഒരു യാത്രക്കാരൻ ആ അച്ഛനോട് ചോദിച്ചു, എന്താ നിങ്ങളുടെ മകൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? നിങ്ങൾക്കൊന്നൊന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലേ എന്നിങ്ങനെ ചോദിച്ചു. അച്ഛൻ അല്പസമയത്തെ ആ ഒരു നിശബ്ദതയ്ക്ക് ശേഷം പറഞ്ഞു, എൻ്റെ മോൾക്ക് 12 വയസ്സ് പ്രായമുണ്ട്. ഈ 12 വയസ്സ് വരെ കണ്ണ് കാണാൻ വയ്യായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഓപ്പറേഷൻ നടത്തിയത്. ആ ഓപ്പറേഷൻ ശേഷം ആദ്യത്തെ ട്രെയിൻ യാത്രയാണ്. ഇത് കേട്ടതും ആ അച്ഛന്റെ വാക്കുകൾ കേട്ടപ്പോൾ പെട്ടെന്ന് അവരുടെ മനസ്സിലെ ആ ചിന്തകൾ മാറി. അവരുടെ ആ ജഡ്ജ്മെന്റ് എന്തായിരുന്നു? തൻ്റെ മകളെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരച്ഛനും എന്നുള്ളതായിരുന്നു. പെട്ടെന്ന് അവരുടെ ആ ഒരു ചിന്താഗതി മാറി. പ്രിയമുള്ളവരെ, ഇതാണ് നമ്മൾ കാണുന്ന ചില കാര്യങ്ങളല്ല. അതിനൊരു ഇംഗ്ലീഷിൽ ഒരു വാക്ക് പറയുന്നത്, ഇഫ് യു ചേഞ്ച് ദ വേ യു ലുക്ക് അറ്റ് തിങ്സ്, ദ തിങ്സ് യു ലുക്ക് അറ്റ് ചേഞ്ച്. നമ്മളുടെ ആ കാഴ്ചപ്പാട് മാറുമ്പോൾ എന്തു പറ്റുന്നു? നമ്മളുടെ ആ ഒരു മനോഭാവം മാറും. ആ അച്ഛനെയും മകളെ കുറിച്ചുള്ള ആ യാത്രക്കാരുടെ എല്ലാ കൺസെപ്റ്റും മാറി. അതിന് ഉത്തരം കിട്ടിയപ്പോൾ ഇതുപോലെയാണ് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ആ ഒരു പ്രീ ജഡ്ജ്മെന്റ് ഒക്കെ ചിലപ്പോൾ തെറ്റുപറ്റാം. അപ്പൊ നല്ല തീരുമാനങ്ങളൊക്കെ നമുക്ക് എടുക്കാം. അതിന് നമുക്കൊരു സെൽഫ് ഒബ്സർവേഷൻ വേണം. ആ സെൽഫ് ഒബ്സർവേഷൻ എന്തായിരിക്കണം? നമ്മുടെ ചിന്തകളെ കുറിച്ചായിരിക്കണം. സ്റ്റഡിങ് യുവർ ഓൺ തോട്ട്സ് ആൻഡ് ഹാബിറ്റ്സ്. അതൊരു കറ്റാലിസ്റ്റ് ആവുന്നു നമ്മളുടെ പേഴ്സണൽ ഗ്രോത്തിന്, നമ്മുടെ ജീവിത വിജയത്തിന്. അങ്ങനെ എല്ലാവർക്കും അവരവരുടെ സെൽഫ് ഒബ്സർവേഷൻ നടത്തിക്കൊണ്ട് സർക്കിൾ ഓഫ് കൺട്രോൾ
സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസ് ആൻഡ് സർക്കിൾ ഓഫ് കൺസേൺ. ഇതൊക്കെ ഏതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്കിനി ജീവിതത്തിൽ വിജയം നേടാം. നമ്മൾ പവർഫുള്ളായി മാറുക, നമ്മളൊരു മോഡൽ വ്യക്തിയായി മാറുക, നമ്മളെ കണ്ട ആൾക്കാർ പഠിക്കട്ടെ. അതിനുവേണ്ടി നമ്മുടെ ഇന്നത്തെ സെഷൻ സഹായിച്ചു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇതിന്റെ റെക്കോർഡർ അടുത്ത ദിവസം തന്നെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. അപ്പോൾ ഒന്നുകൂടി കാണുമ്പോഴേ വ്യക്തമായി മനസ്സിലാവുള്ളൂ. അപ്പം നമുക്ക് പഠിച്ചുകൊണ്ടേയിരിക്കാം. എവരി ടൈം ലേണർ. ഒരിക്കൽ കൂടി ഇന്ന് എത്തിച്ചേർന്ന എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനോഹരമാക്കിയ ഷബാസ് മാമിനും ഹൃദയത്തിൽ നിന്നുള്ള നന്ദി അറിയിക്കുന്നു. ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്, ഓൾ ഈസ് വെൽ, ഓൾ ആർ ഓക്കെ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. എനിക്ക് വളരെ സന്തോഷം.